കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങി അവസാനിപ്പിച്ചത് ലിറ്ററേച്ചർ ഓൺ ദ ബേമയാണ്. അതിന്റെ അവസാന ഭാഗം നമ്മൾ കണ്ടത് സുവിശേഷ വായന കഴിഞ്ഞു, കർത്താവിന്റെ പരസ്യ ജീവിതം കഴിഞ്ഞു. അതിനുശേഷം കാറോസുസയാണ്, ഡീക്കന്റെ പോഷണ പ്രാർത്ഥനകള്. കാറോസുസ 3 തരത്തിലുണ്ട്. അതിനുശേഷം ബ്ലെസ്സിങ് ഓൺ ദ കാറ്റഗ്യൂമൻസ്, അതായത് നോൺ ബാപ്റ്റൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയോഗ്യരായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വാസം സ്വീകരിച്ചിട്ടാത്ത ആളുകൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആശീർവാദം കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്ന ശുശ്രൂഷയാണ്. അയോഗ്യരെ പിരിച്ചുവിടുന്ന ശുശ്രൂഷയ ബ്ലെസ്സിങ് imparted to the കാറ്റഗ്യൂമൻസ്. അതിനുശേഷം ദ റൈറ്റ് ഓഫ് ഡിസ്മിസൽ, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ആ ബ്ലെസ്സിങ്ങിന് ശേഷം അവരെ ഡിസ്മിസൽ പ്രാർത്ഥന, അല്ലെങ്കിൽ മാംസ സ്വീകരിക്കാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളം സ്വീകരിച്ചിട്ടാത്തവർക്ക് പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്ന ഭാഗമാണ്. അതിനുശേഷം നടക്കുന്നത് ശുശ്രൂഷയാണ് പ്രിപ്പറേഷൻ ഫോർ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ലിറ്റർജി ഓൺ ദ ബേം. ഈ പ്രിപ്പറേഷനില് ഉള്ള പ്രധാനപ്പെട്ട 2 തരം പ്രിപ്പറേഷനാണ് ഇവിടെ നടക്കുക. ഒന്ന്, അത് എല്ലാ ലിറ്റർജിയിലും ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഇതാണ്, സ്പിരിച്വൽ പ്രിപ്പറേഷൻ ആൻഡ് മെറ്റീരിയൽ പ്രിപ്പറേഷൻ. സാധാരണഗതിയിൽ എല്ലാ ലിറ്ററേച്ചറുകളിലും ഉള്ള ഒരു ഇതാണ്. ആദ്യം നടക്കുന്നത് മെറ്റീരിയൽ പ്രിപ്പറേഷനാണ്. മെറ്റീരിയൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തിരുശരീര രക്തങ്ങൾ, അപ്പവും വീഞ്ഞും ഒക്കെ ഒരുക്കുന്നതാണ് മെറ്റീരിയൽ പ്രിപ്പറേഷൻ. അതേസമയം സ്പിരിച്വൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കൈ കഴുകുന്നത്, ആചാരം ചെയ്ത് മധുവായിലേക്ക് പ്രവേശിക്കുന്നത്, പിന്നെ സഹോദരൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രാർത്ഥന അതൊക്കെ എല്ലാം കൂടുന്നതാണ് സ്പിരിച്വൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മെറ്റീരിയൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് സ്പിരിച്വൽ പ്രിപ്പറേഷൻ. അപ്പൊ ഈ മെറ്റീരിയൽ പ്രിപ്പറേഷന്റെ അതിന്റെ അവസാന ഭാഗമാണ്, അല്ലെങ്കിൽ അത് 2ാമത്തെ ഭാഗത്തിനുള്ള ഒരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മെറ്റീരിയൽ പ്രിപ്പറേഷൻ സമയത്ത് ഉള്ള അപ്പവും വീഞ്ഞും ഒരുക്കുന്ന ഒന്ന്, അവിടെ ചിലപ്പോൾ തെറ്റിദ്ധാരണകളുണ്ട്. ചിലപ്പോൾ ചില സമയത്ത് ഒത്തിരി കോൺട്രവേഴ്സീസും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിനകത്ത് അവിടെ പറയുന്നത് കർത്താവിന്റെ ശരീരവും രക്തവും എന്നാണ് പറയുന്നത്. രക്തം ഒഴിക്കപ്പെടുന്നു, തിരുശരീരം വയ്ക്കപ്പെടുന്നു, രക്തം ഒഴിക്കപ്പെടുന്നു എന്നുള്ള പ്രയോഗങ്ങളാണ് ഇവിടെ ഈ ഒരുക്കുന്ന സമയത്ത് പറയാറ്. അപ്പോൾ അവിടെ സാധാരണ ചോദിക്കുന്നത്, കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ശരീരരക്തങ്ങളായിട്ട് മാറിയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ഒന്ന്, അതൊരു പ്രൊലപ്റ്റിക് ലാംഗ്വേജ് ആണ്. ഇത് ഒറ്റ യൂണിറ്റ്, ലിറ്റർജി എന്ന് പറയുന്നത് പല വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും അത് ഒറ്റ യൂണിറ്റ് ആണ്. അപ്പൊ ആ ഒറ്റ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ, അതായത് ലിറ്റർജിക്കൽ ടൈം എന്ന് പറയുന്നത് കൈറോസ് ആണ്. കൈറോസും ക്രോണോസും. നമ്മളിപ്പോ ജീവിക്കുന്ന ടൈം എന്ന് പറയുന്നത് ക്രോണോസിലാണ്. 1 ഇവന്റ് ആഫ്റ്റർ അനദർ. 1 മണി, 2 മണി, 3 മണി, 4 മണി, 5. അതേസമയം കൈറോസ് എന്ന് പറയുന്നത് ഇറ്റേണൽ ടൈമാണ്, അല്ലെങ്കിൽ സേക്രഡ് ടൈമാണ്. ആ ടൈമില് ഒരു പോയിന്റിൽ നിന്ന് അതൊരു സർക്കിൾ പോലെ കണക്കാക്കുകയാണെങ്കിൽ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏത് വശത്തേക്കും നമ്മൾ അളന്നു നോക്കിയാലും ഒരേ ദൂരമാണ്, ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് 2000 എന്ന് പറയുന്നതും BC 2000 എന്ന് പറയുന്നതും AD 2000 എന്ന് പറയുന്നതും AD 2024 എന്ന് പറയുന്നതൊക്കെ ഒരുപോലെയാണ് ഈ സേക്രഡ് ടൈമിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് സേക്രഡ് ടൈമിലുള്ള ആളുകൾ ഇറ്റേണൽ പ്രസന്റിലാണ്.
അപ്പം ആ ഇറ്റേണൽ പ്രസന്റുള്ള ആളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ശരീര രക്തങ്ങൾ അത് മുമ്പാണേലും ശേഷമാണെങ്കിലും അത് കർത്താവിന്റെ ശരീരരക്തങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ സഭാപിതാക്കന്മാർ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ കമന്റേറ്റേഴ്സ് തരുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ റിസറക്റ്റഡ് ബോഡി ഓഫ് ബട്ട് അൺറിസറക്റ്റഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതായത് കർത്താവിന്റെ ഈ കർത്താവിന്റെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, കർത്താവിന്റെ ജീവിതം പരസ്യ ജീവിതം കഴിഞ്ഞ് പീഡാസഹനങ്ങൾ, ഈ ഒരുക്കത്തിന്റെ സമയത്ത് ഒരുങ്ങുന്നത് കർത്താവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ഉള്ള അനുസ്മരണമാണ്. സഹനങ്ങളുടെ സമയത്ത് അവിടെ നിന്ന് കർത്താവിന്റെ ശരീരരക്തങ്ങളുടെ അടുത്ത് മധുവായിലേക്ക് കൊണ്ടുവരുന്നത് ഗത്സമനിയിൽ നിന്ന് ഗാഗുൽത്തായിലേക്ക് കൊണ്ടുവരുന്ന ആ യാത്രയാണ്. അതുപോലെ തന്നെ മധുവായിലേക്ക് അൾത്താരയിൽ കൊണ്ടുവന്നത് നിക്ഷേപിക്കുന്നത് കർത്താവിനെ അടക്കം ചെയ്യുന്നതാണ്. അത് ഉയർത്തുന്നത് കർത്താവിന് കാൽവരിയിൽ ഉയർത്തപ്പെടുന്നതാണ്. അത് കഴിഞ്ഞ് അടക്കുന്നത്, അത് അടക്കി മൂടി വയ്ക്കുന്നത് കർത്താവിനെ അടക്കം ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പം ഇത് കർത്താവിനെയാണ് അവിടെ അടക്കിയിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ദ അൺറിസറക്റ്റഡ് ബോഡി. അതാ പിതാക്കന്മാർ പറയുന്നത് ഇറ്റ് ഈസ് ദ അൺറിസറക്റ്റഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ അതുകൊണ്ട് അത് റിസറക്റ്റഡ് ബോഡി ആണേലും അൺറിസറക്റ്റഡ് ബോഡി ആണേലും അത് കർത്താവിന്റെ ശരീരവുമാണ്, കർത്താവിന്റെ രക്തവുമാണ് എന്നുള്ള ചിന്തയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ പ്രൊലപ്റ്റിക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇറ്റേണൽ ടൈമിലുള്ള ആ കാഴ്ചപ്പാടും ഇത് എല്ലാ സഭകളിലുള്ള ഒരു എക്സ്പ്രഷനാണ്. വെസ്റ്റേൺ സഭയില് അവർ പറയുന്നത് ഇമ്മാക്കുലേറ്റ് പോസ്റ്റ് എന്നൊക്കെയാണ് റോമാ സഭയിൽ പറയുന്നത്. ആയിട്ടുള്ള ബോഡിയെ പറ്റി പറയുന്നു. അതിനുശേഷം രാസക്രമത്തിൽ നമ്മൾ കാണുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരുക്കമായിട്ട് നമ്മൾ കാണുന്ന ഒരു ശുശ്രൂഷയാണ് പ്രോസ്ട്രേഷൻസ് അല്ലെങ്കിൽ സാഷ്ടാംഗ പ്രണാമം. ഈ സാഷ്ടാംഗ പ്രണാമത്തിന്റെ അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ പ്രതീകാത്മകമായ അർത്ഥം, അതിന്റെ നോർമൽ ആയിട്ടുള്ള അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുക്കമാണ്. ഫങ്ഷൻ ആ ശുശ്രൂഷയുടെ മെയിൻ അതിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന വൈദികൻ മധുവായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി സ്വയം ഒരുങ്ങുന്ന ശുശ്രൂഷയാണ് ഈ സാഷ്ടാംഗ പ്രണാമ പ്രാർത്ഥന. സാഷ്ടാംഗ പ്രണാമം എന്ന ആ ശുശ്രൂഷ, അതായത് ഈ വാസവിധിയുടെ 4 വശത്ത് ഓരോ വശത്തും 3 പ്രാവശ്യം മുത്തിയിട്ട് പാട്ടുപാടി, അറിയാം പാട്ടുകൾ, ആ പാട്ടുപാടി 4 ഹലോ യെസ് ഇംഗ്ലീഷ് തുടർന്നോ. അപ്പം ഈ 4 വശത്ത് ചുംബിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതിന്റെ പ്രതീകമായിട്ടാണ്. 12 സ്ലീഹന്മാരുടെ കാലുകൾ കഴുകുന്നതിന്റെ പ്രതീകമായിട്ടാണ് അതിനെ കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ അപ്പോസ്തലന്മാരുടെ മാമോദിസയെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇറ്റ് ഓൾസോ അത് ഒരു വശത്ത്, മറുവശത്ത് ഇറ്റ് എക്സ്പ്രസസ് ദ ജോയ് ആൻഡ് unworthiness of the priest. Joy of the priest, because he is selected to go up and offer the sacrifice, and at the same time he feels he is unworthy to offer go into the sanctuary, and therefore he requests the prayers of the priest, and the congregation assures a promise ചെയ്യാണ്. ജനങ്ങള് പാട്ടിലൂടെ അവർ പ്രോമിസ് ചെയ്യാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്ന് പ്രോമിസ് ചെയ്യാണ്. തുടർന്ന് അത് ചെയ്യുന്നുണ്ട്. സഹോദരൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള മറ്റൊരു ശുശ്രൂഷ കൈ കഴുകുന്ന ശുശ്രൂഷയാണ്. അത് പ്യൂരിഫൈ പ്രീസ്റ്റ്, സ്വയം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി താഴേക്ക് മധുവായി
കുർബാനയുടെ ആരംഭത്തിൽ മധുവായിൽ കയറി താഴേക്ക് ഇറങ്ങി വരുന്നത് തന്നെ സ്വയം അൺവർതി ആണ് എന്ന് സ്വയം തോന്നിയത് കൊണ്ടാണ് വൈദികൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. അത് കഴിഞ്ഞ് ഈ ഇത്രയും നേരത്തെയുള്ള ശുശ്രൂഷകൾ, വായനകളും മറ്റു കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ he feels confident of going up and celebrating the liturgy. അതിന്റെ ഭാഗമായിട്ട് ഒരു പോകുന്നതിന് മുമ്പായിട്ട് കൈ കഴുകുന്നു. അത് മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള ആ പ്യൂരിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാത്യു 11, 25, 15, 18, 20, മാർക്ക് 7, 20, 23 തുടങ്ങിയതെല്ലാം സൂചിപ്പിക്കുന്നത് പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ വിശ്വാസികൾ നിർമ്മലരായിരിക്കുന്നതിന്റെ ആവശ്യമാണ്. വഞ്ചനയിൽ നിന്ന്, ചതിയിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്നും, സഹോദരനെതിരായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറി നിർമ്മലമായി ബലിയർപ്പിക്കണം എന്നുള്ള ആഹ്വാനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് വാഷിംഗ് ഓഫ് ദ ഹാൻഡ്സ്. അതിനുശേഷം വരുന്ന ഓനിസാദ് റാസെ. ആ സമയത്താണ് നമ്മൾ പറയുന്ന ഈ കബറടക്ക ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിന്റെ ശരീര രക്തങ്ങള് മധുവായിലേക്ക് കൊണ്ടുവന്ന് അവിടെ അടക്കം ചെയ്യുന്നത്. അതിനെപ്പറ്റി സഹോദരൻ പറയുന്ന ഇറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ദ പ്രൈസസ് ഓഫ് ദി ഏഞ്ചൽസ് ആൻഡ് ഓഫ് ദ മെൻ അറ്റ് ദി അവർ ഓഫ് ദ സഫറിംഗ് ഓഫ് അവർ ലോർഡ് വെൻ ദേ സോ ദ എർത്ത് ഷേക്കൺ. ഈ ഓനിസാദ് റാസയെ കുറിച്ച് പറയുന്ന ഒരു കമന്റാണ്. അലാഹന്മാരുടെ ആനന്ദം അറിയിക്കുന്ന പ്രൈസുകളെ, സ്തുതിപ്പുകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം കർത്താവിന്റെ മരണത്തോടുകൂടി രക്ഷ സാധ്യമായി എന്ന ഒരു സങ്കല്പത്തിൽ. അതുപോലെ തന്നെ ഇത്രയും കാര്യമാണ്. അതിനുശേഷം അത് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രൂസിഫിക്ഷൻ, ഉയർത്തുന്നത്, ക്രൂസിഫിക്ഷൻ, ഡിപ്പോസിഷൻ, ബറിയൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇത്രയോടുകൂടി ആ ഭാഗം തീർന്ന് രണ്ടാമത്തെ ഭാഗത്തും ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് വിശ്വാസ പ്രമാണത്തിലൂടെയാണ്. വിശ്വാസ പ്രമാണം ദ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് ഓഫ് ദ ഫാദേഴ്സ് എന്നാണ് പറയുന്നത്. അത് കുർബാനയുടെ ആദ്യ ഭാഗത്ത് ഉള്ള ആ സകലത്തിന്റെ നാഥ എന്ന് പറയുന്നതും ഒരു വിശ്വാസ പ്രമാണം. അത് കുർബാനയുടെ ആദ്യത്തിലുള്ളത്. രണ്ടാമത്തെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ഫെയ്ത്ത്. ഇന്നത്തെ നമ്മുടെ വിശ്വാസ പ്രമാണം നിക്കിയ കോൺസ്റ്റന്റിനോപ്പിളിൽ രൂപപ്പെട്ട വിശ്വാസ പ്രമാണമാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ ചൊല്ലുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഫെയ്ത്ത് ഓഫ് ദ ഫാദേഴ്സ് എന്നാണ് അതിനെപ്പറ്റി പറയുക. വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ അനാഫറയിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദൈവത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ സഭയിലുള്ള വിശ്വാസം, ദൈവിക രഹസ്യങ്ങളിലുള്ള വിശ്വാസം, കർത്താവിന്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് സഭയോടുള്ള ഐക്യം ഏറ്റുപറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ വിശ്വാസ പ്രമാണത്തെ സഭ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് ഡീക്കൻസിന്റെ ഉദ്ഘോഷണം. ഈ ഡീക്കന്റെ ഉദ്ഘോഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരം പ്രാർത്ഥന രണ്ട് ഡീക്കൻസിന് രണ്ട് ഉദ്ബോധനങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദ്ബോധനം എന്ന് പറയുന്നത്, അതിനകത്ത് പറയുന്നത് എല്ലാവരോടും ഈ വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാ നിയോഗങ്ങളെയും കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. ആദ്യത്തെ ആരൊക്കെയാണ് അവരുടെ പ്രാർത്ഥന. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന തെറ്റായ രീതിയാണ് വിശുദ്ധ കുർബാനയുടെ മുമ്പ് തന്നെ നിയോഗങ്ങൾ പറയും. ആക്ച്വലി നിയോഗങ്ങൾ പറയേണ്ടത് ഇവിടെയാണ്, ഡീക്കൻസിന്റെ പ്രൊക്ലമേഷൻ സമയത്താണ് ഈ നിയോഗങ്ങൾ നമ്മൾ വെക്കേണ്ട സമയം. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ആദ്യത്തെ ഈ പ്രൊക്ലമേഷനിലെ പറയുന്നത് ലിസ്റ്റിംഗ് ഓഫ് ദ നീഡ്സ് ഓഫ് ദ ലിവിങ് ആൻഡ് ദ ഡെഡ്.
ഇപ്പം മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവരുടെ നിയോഗങ്ങൾ അവിടെ പറയില്ല. ഉയരവരുടെ അല്ലെങ്കിൽ ജീവിക്കുന്നവർക്ക് ബർത്ത്ഡേ അല്ലെങ്കിൽ മാമോദീസ, സഭാവസ്ത്ര സ്വീകരണം, കല്യാണം, പട്ടം തുടങ്ങിയ കാര്യങ്ങൾ ആ നിയോഗങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇവിടെ തന്നെ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളും മരിച്ചവർക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളും ഇവിടെ ആണ് ലിറ്റർജിക്ക് അസംബ്ലിയുടെ മുമ്പിൽ ഡീക്കൻ അവതരിപ്പിക്കുന്നത്. സോ ദിസ് ഈസ് എ ലിറ്റർജിക്കൽ ആക്ട് ആണ്, കമ്മ്യൂണിറ്റേറിയൻ ആക്ട് ആണ്, അല്ലാതെ ഓരോരുത്തരും അവരുടെ ഇത് കൊണ്ടുവരികയല്ലേ. അതുകൊണ്ട് അത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രവേശിക്കുന്നത് ലിറ്റർജി മധുവായിലേക്ക് പ്രവേശിക്കുമ്പോൾ, അപ്പൊ ഈ ലിറ്റർജിന്റെ സാങ്ച്വറിയിലെ അതിന് മെയിൻ ഘടന എന്ന് പറയുന്നത് അനാഫ്രയാണ്. ഈ അനാഫ്ര 4 ഗഹന്ത സൈക്കിൾ ചേരുന്നതാണ് ഒരു 4 ഗഹന്ത സൈക്കിൾ എന്ന് പറഞ്ഞാല് ഒരു അനാഫ്രയ്ക്കകത്ത് 4 ഗഹന്ത പ്രാർത്ഥനകൾ. ആ ഒരു ഗഹന്ത സൈക്കിൾ എന്ന് പറയുന്നത് ആ സൈക്കിളിനകത്ത് അല്ലെങ്കിൽ ആ വൃത്തത്തിനകത്ത് പ്രേ ബ്രദേഴ്സ്, സഹോദരൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, പിന്നെ ഒരു കൂശാപ്പ പ്രാർത്ഥന അല്ലെങ്കിൽ വൈദികന്റെ രഹസ്യ പ്രാർത്ഥന, മൂന്നാമത്തേത് ഗഹന്ത പ്രാർത്ഥന പ്രണാമ ജപം, നാലാമത്തേത് കാനോൻ. ഇങ്ങനെ 4 പ്രാർത്ഥനകൾ ഉൾച്ചേരുന്ന ഒരു വൃത്തമാണ് ഗഹന്ത സൈക്കിൾ എന്ന് പറയുന്നത്. ഇതുപോലെ 4 ഗഹന്ത സൈക്കിളുകൾ. ഒന്നാമത്തെ ഗഹന്ത സൈക്കിള് നമ്മൾ അത് എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരുന്ന് അതൊന്ന് ശ്രദ്ധിക്കുക. 4 ഗഹന്ത സൈക്കിൾ. ഒന്നാമത്തെ ഗഹന്ത സൈക്കിളിൽ സഹോദരൻ നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കുകയും, അപ്പൊ ഈ സഹോദരൻ നിങ്ങൾ എനിക്ക് ഇത് തന്നെയാണ് പിന്നെ മറ്റെല്ലാ സൈക്കിളിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മറ്റെല്ലാം അത് ക്ലിയർ ആണ്. അപ്പം സഹോദരൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ കുർബാന കഴിയുമ്പോൾ എല്ലാ പള്ളികളിലും തന്നെ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയേക്കാൾ എത്രയോ മടങ്ങ് ഫലദായകമാണ് ഈ വൈദികൻ സഹോദരൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്നു. പക്ഷെ പലപ്പോഴും ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആയി, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചിലപ്പോൾ ഈ ഒന്നാമത്തെ ചിലപ്പോൾ ചെല്ലിന്ന് വരും, അതിന് ശേഷമുള്ളതൊന്നും ചെല്ലാറ്. അതിന് ശേഷം വരുന്ന 2 ഈ സഹോദരൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന ഭാഗമാണ് പ്രാർത്ഥനയാണ് കുറേയും കൂടി ഡീപ്പറായിട്ടും പൗരോഹിത്യത്തിന്റെ മാധുര്യം അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ താല്മ്യം എടുത്തു പറയുന്നതുമായ പ്രാർത്ഥന പിന്നീട് വരുന്ന 2 എണ്ണത്തിനാണ്. പക്ഷെ അത് പലപ്പോഴും ചെല്ലാറില്ല. അത് വൈദികന് ചിലപ്പോൾ തോന്നലുണ്ടായിരിക്കാം, ഞാനൊക്കെ പെർഫെക്റ്റ് ആണെന്നുള്ള തോന്നൽ കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെല്ലാനായിട്ട് ഭയങ്കര ബുദ്ധി. ഏതായാലും ഈ പ്രേ ബ്രദേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങള്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഷ്ടാംഗ പ്രണാമ പ്രാർത്ഥനകള്, സാഷ്ടാംഗ പ്രാർത്ഥന, പ്രോസ്ട്രേഷൻ, അതിന്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആളുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനയാണ് ഇപ്പം വൈദികൻ ചോദിക്കുന്നത്. വൈദിക കയറി കഴിയുമ്പോൾ സഹോദരൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ പൗരോഹിത്യമഹത്വപ്പെടുത്തുന്ന ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥന ഈസ് മച്ച് മോർ ഇഫക്റ്റീവ്. രണ്ടാമത്തെയും കൗൺസിൽ എന്താ പറയുന്നത്? ലിറ്റർജി ബിക്കോസ് ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ് the head and of his church, his body. No other action can excel liturgy. ഫലദായകത്വത്തിലും വൈശിഷ്ട്യത്തിലും ലിറ്റർജിക്കൽ പ്രയറിനെ വെല്ലുന്ന വേറൊന്നും തന്നെ ഇല്ല, വേറൊരു പ്രാർത്ഥനയില്ലെന്നാണ് രണ്ടാമത്തെ കൗൺസിലിന്റെ കൗൺസിലിയും നമ്പർ 7 പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ലിറ്റർജിക്കൽ പ്രയേഴ്സിന്റെ ഈ ഫലദായകത്വവും വൈശിഷ്ട്യവും നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ്.
അതിനകത്ത് പ്രാർത്ഥന വെട്ടിക്കുറച്ച് അന്ന് കുർബാന കഴിഞ്ഞ് ഏതായാലും നമുക്ക് കുറെ സ്നായപിതാവ് ചെല്ലാം, കുറെ നന്മറിഞ്ഞെങ്കിൽ ചെല്ലാം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് പലരും. അത് ചില സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ കേട്ടിട്ട് കുർബാന കഴിഞ്ഞ ഉടനെ 50 സ്വർഗസ്നായപിതാവ് 50 നന്മറിഞ്ഞ എന്തെങ്കിലും നിയോഗത്തിനായിരിക്കും. അത് ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചെല്ലിക്കോ. പക്ഷേ വിശുദ്ധ കുർബാനയേക്കാൾ ഒരു വിശുദ്ധ കുർബാന സംബന്ധിച്ച് അത് ആ നിയോഗത്തിന് കാഴ്ചവെക്കുന്നതിനേക്കാൾ മഹത്തരമായിട്ടുള്ള വേറൊരു പ്രാർത്ഥനയില്ല. അപ്പൊ അതുകൊണ്ട് ഈ കുർബാനയുടെ വൈശിഷ്ട്യവും അതിന്റെ ഫലത്തെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ലിറ്റർജിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ അത് ഒന്നാമത് പ്രയർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സഹോദരൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തേത് കൂശാപ്പ പ്രയർ. കൂശാപ്പ പ്രയറിനെ പറ്റി പറയുക, ഇറ്റ്സ് എ പ്രൈവറ്റ് പ്രയർ ഓഫ് ദ പ്രീസ്റ്റ്. തന്നെ അയോഗ്യനായ തന്നെ യോഗ്യനാക്കണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ മെയിൻ ആയിട്ടുള്ള ത്രസ്റ്റ്. അപ്പം പല വൈദികരത് ചെല്ലാറില്ല. ഇപ്പൊ യെശയ്യാ പ്രവാചകന്റെ വിളിയിലെ 6-ാമത്തെ അധ്യായത്തിൽ വിഷൻ ഓഫ് ഐസയാടിനകത്ത് എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥനായിരിക്കുന്ന അശുദ്ധമായ തൊണ്ടവശിക്കുന്നവനുമാകുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ തൻ്റെ മാനസിക അവസ്ഥയിൽ തൻ്റെ പ്രവാചകനെ പോലെ തന്നെ വൈദികന്റെയും മാനസികമായ അവസ്ഥയാണ് അവിടെ പ്രകടമാക്കുന്നത്. അത് ആ മാനസിക അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് ഈ അയോഗ്യനായ താൻ ഈ ബലിയർപ്പിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൂശാപ്പ പ്രാർത്ഥനയും ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. അത് പതുക്കെ ചെല്ലിയാലും സാധാരണ പറഞ്ഞിരിക്കുന്നത് അത് സ്വരം താഴ്ത്തി ചെല്ലുന്നതാണ് പറഞ്ഞത്. സ്വരം താഴ്ത്തി ചെല്ലിയാലും ഉയർത്തി ചെല്ലിയാലും അത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രയർ. അതൊന്ന് ഓർമ്മിക്കും. മൂന്നാമത്തേതാണ് ഗേഹന്ത പ്രയർ. ഗേഹന്ത പ്രയർ പ്രണാമജപം. അപ്പൊ ഈ പ്രണാമജപത്തിന്റെ തീം എന്നാന്ന് ചോദിച്ചാല്, ഒന്നാമത്തെ പ്രണാമജപത്തിന്റെ തീം എന്ന് പറയുന്നത് ജനറൽ ഡിസ്പെൻസേഷൻ ആണ്. ദൈവത്തിന്റെ പൊതുവായിട്ടുള്ള പദ്ധതി, ദൈവിക പദ്ധതിയെ കുറിച്ചുള്ള അനുസ്മരണവും അതോടൊപ്പം തന്നെ ഈ മധുബായിലെ ശുശ്രൂഷകള് യോഗ്യമായ രീതിയിൽ നിറവേറ്റുവാനുള്ള അനുഗ്രഹവുമാണ് ഈ ഒന്നാമത്തെ പ്രണാമ ജപത്തിലൂടെ വൈദികൻ പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം വരുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനകൾ നിങ്ങൾ തന്നെ, നമുക്ക് സമയം അധികമില്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ പ്രാർത്ഥനകൾ വായിച്ചു നോക്കുക. അതിന്റെ തീം ഇതാണ്. അതായത് ദൈവത്തിന്റെ പൊതുവായിട്ടുള്ള രക്ഷാകര പദ്ധതി, ദൈവിക പദ്ധതി, അതുവഴി അതുപോലെ തന്നെ അത് അർപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, അല്ലെങ്കിൽ മധുബായിലെ ബലി അർപ്പിക്കുവാനായിട്ട് തന്നെ യോഗ്യനാക്കണമേ എന്നുള്ള യാചനയുമാണ് ഒന്നാമത്തെ പ്രണാമജപത്തിന്റെ ഉള്ളടക്കം. അത് കഴിഞ്ഞ് വരുന്നത് രണ്ടാമത്തെ ഗഹന്ത സൈക്കിൾ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് എല്ലാ ലത്തീൻ ലിറ്റർജിയിലുണ്ട്. ഒന്ന് സമാധാന ആശംസ. ലത്തീൻ ലിറ്റർജിയിലാണെങ്കിൽ ദ ലോർഡ് ബി വിത്ത് യു എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമാധാനം നിങ്ങളോട് കൂടെ ആശംസ. അതുപോലെ തന്നെ രണ്ടാമത് പിന്നെ എക്സ്ചേഞ്ച്. ഇവിടെ സമാധാന ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം, ഇപ്പം കോവിഡ് വന്നതിന് ശേഷം ഇപ്പൊ മനുഷ്യര് കൈ കൊണ്ട് സമാധാനം കൊടുക്കല് നിർത്തി. കൈ കൊടുക്കും. ഇപ്പം സ്തുതി കൊടുക്കലായി. ഈ സമാധാനം എന്ന് പറയുന്നത് ഈ വൈദികൻ സമാധാനം കൊടുക്കുന്നത് ഇടത്തെ കൈയെ മധുബഹായിൽ വെച്ചിട്ട് അൾത്താരയിൽ വെച്ച് വലത്തെ കൈ കൊണ്ടാണ് സമാധാനം കൊടുക്കുന്നത്. ഇങ്ങനെയാണ് സമാധാനം കൊടുക്കുന്നത്. ഇങ്ങനെയല്ല, വെട്ടല്ല ചെയ്യുന്നത്. അങ്ങനെ സമാധാനം നിങ്ങളോട്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട്
ചില വൈദികരെ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ അച്ഛൻ ഇത് തന്നെ കാണിക്കുന്നത്. എന്നാ ചെയ്യുന്നത്? നമ്മൾ കാര്യം നമ്മളെ പഠിപ്പിച്ചതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല. അവര് രംഗത്തെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ പോലെ അപ്പം അത് കഴിഞ്ഞിട്ട് സമാനം ആശംസിച്ച് കഴിഞ്ഞിട്ട് അച്ഛനെ നിൽക്കുക അവിടെ. അപ്പൊ ശുശ്രൂഷ പറയുന്നവരെ കാത്തു നിൽക്കുക. സഹോദരൻ, നിങ്ങൾ എനിക്ക് പരസ്പരം സമാധാനം ആശംസിക്കുക. വീണ്ടും വൈദികൻ അവിടെ ഉണ്ട്, ഞങ്ങളുടെ വീണ്ടും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമാധാനം കൊടുത്തതിനൊന്നും ഏശിയിട്ടില്ല, രണ്ടാമത്തെ സമാധാനം കൊടുത്തതാണ് ഏശി. ആദ്യത്തെ കൊടുക്കുന്നതാണ് അത് പിന്നെ കൊടുത്തതിന് ശേഷം ഈ വൈദികന്റെ അടുത്ത് വന്ന് ശുശ്രൂഷയുടെ അടുത്ത് വന്ന് ഇങ്ങനെയാണ് കൈ പിടിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ആള് ഇങ്ങനെ കൊടുക്കുന്നു, ഇങ്ങനെ വാങ്ങിക്കുന്ന ആള് ഇങ്ങനെ വാങ്ങിക്കും. ഇതിനായിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് പിന്നെ അത് പകർന്ന് കൊടുക്കും. ഇറ്റ് ഈസ് ത്രൂ ഫിസിക്കൽ ടച്ചാണ്. പണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഒരു മെത്രാനെ കുറിച്ച് വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. പട്ടം കൊടുക്കുന്ന ശുശ്രൂഷിച്ച് ഇങ്ങനെ എയറിൽ കൈ പിടിച്ചിട്ട് കൈ ശുശ്രൂഷ നടത്തി പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് തെറ്റായ ഒരു രീതിയാണ്. അതിനുകൂടെ മെത്രാനും കോട്ടക്കുടക്കാരായിട്ട് നടത്തും. അങ്ങനെയുള്ള മെത്രാന്മാരെ പദവിയിൽ നിന്ന് തന്നെ മാറ്റി കളയാന്നാണ് ചെയ്യേണ്ടത്. കാരണം ഈ പട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് കൈവപ്പ്. ആൻഡ് ദാറ്റ് ഈസ് ഫിസിക്കലി ദ ഹോളി സ്പിരിറ്റ് കംസ്. അതായത് മാത്രം കൈ പിടിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഉയർത്തി കൈ പിടിച്ച് ഇങ്ങനെ ഉയർത്തി ഈ കൈ ഇങ്ങനെ പിടിച്ച് കമർത്തി പിടിച്ച് ഇടത് കൈ യാചനാ രൂപത്തിൽ ഉയർത്തിപ്പിടിച്ച് വലത് കൈ അർഫിയുടെ തലയിൽ വെച്ചുകൊണ്ടാണ് ഈ കൈവപ്പ് ശുശ്രൂഷ നടത്തുന്നത്. ആൻഡ് ദാറ്റ് മീൻസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് coming down from heaven and entering in his left hand and passing through his person and going to the individual through his right hand എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പം അത് ഫിസിക്കലായിട്ടാണ് ആ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇത് തന്നെയാണ് ഈ കുർബാനയ്ക്കകത്ത് നടക്കുന്നത്. പക്ഷെ പട്ടത്തിനകത്ത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. പക്ഷെ അത് ചെയ്യാനറിയാൻ വേണ്ടി ചെയ്യാതിരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈസ് നോട്ട് ഫിറ്റ് ടു ബി എ ബിഷപ്പ് പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ കോവിഡ് കഴിഞ്ഞ ശേഷം കൂടുതൽ നിർത്തും. ഈ കാർഡിനൽ സാറ പറയുന്നുണ്ട്, ഓറിയന്റഡ് നമ്മുടെ ആരാധനക്രമത്തിന്റെ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റായിരുന്ന കാർഡിനൽ സാറ ഈ കോവിഡിന്റെ സമയത്ത് ഇറക്കിയ ഡോക്യുമെന്റ് പറഞ്ഞു, ഡോണ്ട് ഗീവ് ആൻ ഇംപ്രഷൻ ദാറ്റ് ദി സിക്നെസ് ആൻഡ് കോവിഡ് ഒക്കെ പകരുന്നത് ലിറ്റർജിയിലൂടെയാണ് പകരുന്നത് എന്നുള്ളൊരു ഇംപ്രഷൻ ആളുകൾ കൊടുക്കരുതെന്ന് പറയും. മറ്റ് മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണം. കൈ കഴുകണം, കൈ സാനിറ്റൈസ് ചെയ്യണം, അതെല്ലാം ചെയ്യണം. ഇത് പള്ളിയകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഇതാണല്ലോ, ക്ലീൻ ആണല്ലോ, പിന്നെ അവിടെ എങ്ങനെയൊക്കെ പിന്നെ കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അമിതമായിട്ടുള്ള ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കകൾ അത് കുർബാനയുടെ നേരത്തെ മാത്രമേ ഉള്ളൂ. ബാക്കി എന്നാ തോന്നിയാസം കാണിക്കുമ്പോൾ ഒരു ആശങ്കയില്ലതാണ്. എവിടെ പോയി കെട്ടിമറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്താലും എന്ത് തിന്നാലും ഒരു കുഴപ്പം. ഇപ്പോഴത്തെ ഈ കൈ കൊണ്ട് ഇങ്ങനെ സ്തുതി അല്ലെങ്കിൽ കൈ കൊണ്ട് ഈ സമാധാന ആശയം പുഷ്ടിക്കുമ്പോൾ ഉടനെ കൈ കൂടെ രോഗം പകരുന്നുള്ള ഒരു തരം വികലമായ ചിന്ത പലപ്പോഴും ഈ ലിറ്റർജിയെ ഇപ്പം ഇതാക്കുന്നുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ ഈ കൈ കൊണ്ട് സമാധാനം കൊടുക്കുന്ന ആ പരിപാടി നിന്നു. ഇപ്പൊ സ്തുതി കൊടുക്കലായി. തെറ്റി സഭയിലാണെങ്കിൽ അവർ കോവിഡ് വന്നില്ലെങ്കിൽ അവർ ക്ഷയിക്കാൻ കൊടുത്തിട്ടുണ്ട് അവര്. അതിന് വേറൊരു അർത്ഥം. പക്ഷെ ഇത് അങ്ങനെയല്ല. ദിസ് ഇസ് the peace of the Lord which comes from the altar is transmitted through the priest to the congregation.
ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ ഓഫ് ദ കോൺഗ്രിഗേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എക്സ്ചേഞ്ച് ഓഫ് പീസ് ശുശ്രൂഷയുടെ അർത്ഥം ഇത് എല്ലാ സഭകളിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റീഡിങ് ഓഫ് ദ ബുക്ക് ഓഫ് ഡിക്റ്റിക്സ്, ഈ ഉയരവരുടെയും മരിച്ചവരുടെയും പുസ്തകം വായിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ കാറോസുസായിലെ അനാഫ്രിക്ക തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വിശ്വാസമാണ് കഴിഞ്ഞ ഉടനെയുള്ള കാറോസുസായിൽ പറയുന്നത് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഓർക്കുവിൻ എന്നാണ്. ആരൊക്കെ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഓർക്കും. ഡിക്റ്റിക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർത്തിരിക്കുന്ന നിങ്ങളെല്ലാം ഇപ്പൊ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാണ് ഈ ഡിപ്തിക്സിന്റെ അവസാനത്തിൽ പറയുന്നത്. അപ്പം വൺ ഈസ് കോൾ ടു റിമെമ്പർ. നമ്മൾ പറയല്ലേ ആരൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരെയെല്ലാം നമ്മൾ ഓർക്കണം. പലരും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് അതൊക്കെ ഓർക്കാനുള്ള സമയമാണ് ആദ്യത്തെ പ്രബോധനത്തിന്റെ സമയത്ത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രബോധനത്തിന്റെ സമയത്ത് അതെല്ലാം കർത്താവിന് സമർപ്പിക്കാനുള്ള സമയമാണ്. അതായത് അത് ഒഫീഷ്യലായിട്ട് സമർപ്പിക്കുന്നത് ഡീക്കനാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ പ്രീസ്റ്റ് എന്നാണ്. അപ്പൊ അതാണ് പിന്നത്തെ ശുശ്രൂഷ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ഡയഗണൽ അഡ്മോണിഷൻ ഉണ്ട്. രണ്ടാം ഭാഗമായിട്ട് ഡിക്റ്റിക്സ് കഴിഞ്ഞിട്ട് ഒരു അഡ്മോണിഷൻ ഉണ്ട്. അതും ഈ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കമായിട്ട് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു ചെറിയ ശുശ്രൂഷയാണ് അൺവെയിലിംഗ് ഓഫ് ദ മിസ്റ്ററീസ്. അതായത് മധുബഹായിലെ അല്ലെങ്കിൽ അൾത്താരയിലെ കർത്താവിന്റെ ശരീര രക്തങ്ങൾ, അൺറിസറക്റ്റഡ് ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ബറീഡ് ഓൺ ദ ഓൾട്ടർ. അത് വിരി മാറ്റി അത് എക്സ്യൂം ചെയ്യാണ്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ വിശുദ്ധരുടെയൊക്കെ അല്ലെങ്കിൽ വിശുദ്ധരാകുന്ന ബോഡി പുറത്തേക്ക് എടുക്കാറ് എന്ന് പറഞ്ഞ പോലെ പുറത്തേക്ക് എടുത്തി അവിടെ അൾത്താരയിലേക്ക് അൾത്താരയിൽ സെറ്റ് ചെയ്യാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അൺവെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും വെക്കുന്നു, ഈ ശ്വാസപ്പ കൊണ്ട് ചുറ്റും വെക്കുന്നു, സെറ്റപ്പ് പാർട്ട് ചെയ്യുന്നു. അതായത് അൺറിസറക്റ്റഡ് ആയിട്ടുള്ള കർത്താവിന്റെ ശരീര രക്തങ്ങളെ വേർതിരിച്ച് അതിനെ ഉയർപ്പിക്കാനുള്ള ശ്രമമാണ് ഇനി സഭ ചെയ്യാൻ പോകുന്നത് ഈ അനാഫ്രയിൽ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവിന്റെ ശരീര രക്തങ്ങള് അൾത്താരയില് അത് മൂടി അല്ലെങ്കിൽ ശ്വാസപ്പ തുറന്ന് തുണി മാറ്റി അത് ചുരുട്ടി അതിന്റെ കാസായുടെയും പിലാസയുടെയും ചുറ്റും വയ്ക്കുന്നു. സെറ്റപ്പാണ് ഇത്. എല്ലാ സാക്രമെന്റ്സിലും ഉള്ള ഒരു പ്രത്യേകതയാണ്. ഏതാണ് ഈ മൂന്ന് പ്രത്യേകത? ഒരു സാക്രമെന്റ് മൂന്ന് പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ ഈസ് സെറ്റപ്പാർട്ട്, രണ്ട് ടു കോൺസെക്രേറ്റ് ഓർ സാങ്ക്ടിഫൈ, മൂന്ന് ടു സീൽ. വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും കംപ്ലീറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മുദ്ര വയ്ക്കപ്പെടുകയും ചെയ്തു. ഇത് ഒരു കൂദാശയ്ക്ക് ആവശ്യമുള്ളത്. നമ്മൾ കുർബാനയിലാണെങ്കിൽ വേർതിരിച്ചു, അത് കഴിഞ്ഞ് വിശുദ്ധീകരിച്ച പ്രാർത്ഥന, കനാഫറ മുഴുവൻ വിശുദ്ധീകരിക്കാനുള്ള പ്രാർത്ഥനകളാണ്. അതിനുശേഷം എപ്പിക്ലൈസിസോടുകൂടി അത് ധാർമാവിന്റെ ആഗമനത്തോടുകൂടി അത് നിർവഹിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ 3 റുഷ്മകളുണ്ട്. ഈ കനാഫ്രയുടെ വേണ്ടി തന്നെ 3 റുഷ്മകളുണ്ട്. ആവശ്യം ശക്തിയും പിതാവാദിയും സ്നേഹവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാനോന, ആദ്യത്തെ കാനോന എന്ന് പറയുന്നത് അതാണ്. അപ്പം അൺവെയിൽ ചെയ്ത് മിസ്റ്റേസ് ചെയ്യും. പിന്നെയുള്ള ഒരു ശുശ്രൂഷ രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ളത് ഇൻസെൻസിങ് ആണ്. അപ്പം വേർതിരിച്ചു വെച്ചതിന് ശേഷം ധൂപിക്കുന്നതിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഓരോ ധൂപിക്കലിനും അർത്ഥവ്യത്യാസമുണ്ട്. പൊതുവായിട്ടുള്ള അർത്ഥം ഇൻസെൻസിങ്ങിന്റെ, ധൂപിക്കുന്നതിന്റെ പൊതുവായിട്ടുള്ള അർത്ഥം ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ ഓഫ് മാൻ. ഇപ്പം ഇതിപ്പം ഇവിടുത്തെ നാലാമത്തെയാണ്.
ഒന്നാമത്തെ സർവാധിപന സമയത്ത്, രണ്ടാമത്തേത് സുവിശേഷ വായനയുടെ സമയത്ത്, മൂന്നാമത്തേത് ഒരുക്കത്തിന്റെ സമയത്ത്, നാലാമത്തേത് ഇപ്പോഴും. അതായത് തിരിച്ചരി രക്തങ്ങൾ സെറ്റപ്പാർട്ട് ചെയ്തതിനു ശേഷം അവ രൂപിക്കുന്ന ശുശ്രൂഷയാണ്. എംബാമിങ് ബോഡിയുടെ ഭാഗം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൗളൈൻ ബ്ലെസ്സിംഗ്. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പൗലൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ പ്രിഫസ് ആണ്. എൻ്റെ പ്രിഫസ് അതും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ മറ്റ് സഭകളിൽ ഉള്ളതാണ്. പ്രിഫസ് ദ ലോർഡ് ബി വിത്ത് യു, ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്. ക്രിസ്ത്യൻ സഭയിലാണെങ്കിൽ ദ ലോർഡ് ബി വിത്ത് യു, ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, ലിഫ്റ്റ് അപ്പ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണ്. ഇതുപോലെ നമ്മുടെ അതിനകത്തുള്ളത് ഞങ്ങളുടെ ഹൃദയം ഉന്നതത്തിലേക്ക് ഉയരട്ടെ, അബ്രാഹാത്തിന് ഇസാക്കിന് യാക്കോബിന് ഇതാണ് ഈ പ്രിഫസ് എന്ന് പറയുന്നത്. അത് ഇത് പൊതുവായിട്ടുള്ള എല്ലാ ലിറ്ററേച്ചറിലുള്ള ഭാഗങ്ങളാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒന്നാമത്തെ ഗഹന്ത പ്രാർത്ഥനയ്ക്കും രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ഈ ശുശ്രൂഷകൾ, ഈ പറയുന്ന ശുശ്രൂഷകളെല്ലാം എല്ലാ സഭകളിലും ഉള്ളതാണ്. പക്ഷെ അതേസമയം ഈ ഗഹന്ത പ്രാർത്ഥനകൾ 4 സൈക്കിള് നമ്മുടെ സഭയ്ക്ക് മാത്രം, അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി സഭയ്ക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥന എന്ന് പറയുന്നത് അതില് ഒന്നാമത്തത് കൂശാപ്പം. ഞാൻ നേരത്തെ പറഞ്ഞു, കൂശാപ്പയുടെ അർത്ഥം വൈദികന്റെ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് ഗഹന്ത പ്രാർത്ഥന. ഈ രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ ദൈവിക പദ്ധതിയുടെ അനുസ്മരണം. ഈ പ്രണാമ പ്രാർത്ഥന എപ്പോഴും അതാണ്, അനുസ്മരണ പ്രാർത്ഥനയാണ്. ദൈവം ചെയ്ത കാര്യങ്ങളുടെ അനുസ്മരണമാണ് പ്രണാമ ജപം പൊതുവെ എല്ലാം. അതുപോലെ തന്നെ ആ അനുസ്മരണം മറ്റു പ്രാർത്ഥനകളിലും ഈ കൂശാപ പ്രാർത്ഥനകളും ഉണ്ട്. ദൈവമേ, നീ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്തു, അത് ചെയ്തു, അതുകൊണ്ട് ഇനിയും എന്നെ സഹായിക്കണമെന്നാണ് ഈ കൂശാപ പ്രാർത്ഥനയുടെ അർത്ഥം. അവിടെയും അനുസ്മരിക്കുന്ന ദൈവം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ പൊതുവായിട്ട് ഇവിടെ പിതാവായ ദൈവം ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ അനുസ്മരണമാണ് ഈ രണ്ടാമത്തെ ഗഹന്ത അല്ലെങ്കിൽ പ്രണാമ ജപത്തില് കാണുന്നത്. അത് കഴിഞ്ഞ് കാനോന. ആ കാനോന എന്ന് പറയുന്നത് ഈ ഓശാനിക്ക് തൊട്ട് മുമ്പുള്ള അതാണ്. ഇന്ന് പല പള്ളികളിലും ഈ കാനോന ചെല്ലാനായിട്ട് പാട്ടുകാരെ സമ്മതിക്കില്ല. അപ്പോഴേക്കും ദൈവമേ പരിശുദ്ധൻ പറഞ്ഞു തുടങ്ങും. ഇവിടെ ആ കാനോന എന്ന് പറയുന്നത് ഒന്നായി ഉച്ചസ്ഥലത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടും. അത് കാനോനയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനമായിട്ട് പരിപാടി തുടങ്ങിക്കും, അതിന് കുഴപ്പമൊന്നും. പക്ഷെ ആളുകൾ പലപ്പോഴും കൊയറൊക്കെ അത് ഈ കൊയറുകാരോട് പറയുന്നല്ല. നിങ്ങളൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കൊയറുകാരോട് പറയാ, അച്ഛൻ ആ പ്രാർത്ഥന തുടങ്ങി വെക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഓശാന തുടങ്ങിയാൽ മതി പറയുന്നതല്ല. കാരണം ബിക്കോസ് കാനോന ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ അനാഫറ സ്ട്രക്ചറിന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ കാനോന എന്ന് പറയുന്നത്. ഈ കാനോന എന്ന് പറയുന്നത് ഡോക്സോളജിയാണ്. ഡോക്സോളജി സ്തുതിപ്പ്. ദൈവത്തിന് അത് ദ ഷോർട്ടസ്റ്റ് സ്തുതിപ്പ്, ദൈവസ്തുതിപ്പ് ഏറ്റവും ചെറിയ ഫോമിലുള്ള ദൈവസ്തുതിപ്പിനെയാണ് ഈ ഡോക്സോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാനോന. അത് കഴിഞ്ഞിട്ട് പിന്നെ സാങ്ക്തൂസ്, അല്ലെങ്കിൽ പരിശുദ്ധൻ പ്രാർത്ഥന. അപ്പൊ ഈ പരിശുദ്ധൻ എന്നുള്ള പ്രാർത്ഥനയ്ക്കകത്തുള്ള നമ്മുടെ ഒരു പ്രത്യേകത ദാവീദിന്റെ പുത്രൻ ഓശാന എന്നും കൂടി. അതൊരു അഡീഷനാണ്. നമ്മുടെ കുർബാനയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ദാവീദിന്റെ പുത്രൻ ഓശാന. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ അർപ്പിക്കുന്നത്, നമ്മൾ ഇതെല്ലാം അനുസ്മരിക്കുന്ന കർത്താവിശ്വയുടെ കാര്യമാണ്. അപ്പം ഈ ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പറയുന്ന ഈ പഴയ നിയമത്തിലെ ആ ദൈവം തന്നെയാണ് ഈ കർത്താവ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ തന്നെ ഈ
നമ്മുടെ സഭാപിതാക്കന്മാര് അതിനകത്ത് ദാവീദിന്റെ പുത്രനോശാനാണ് ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ഗഹന്തസൈ, വീണ്ടും കൂശാപ പ്രാർത്ഥന. കൂശാപ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ പ്രയപ്രദേശം നേരത്തെ പറഞ്ഞ സഹോദരൻ പ്രാർത്ഥിക്കുകയും അതൊക്കെ അത് തന്നെ. മൂന്നാമത്തെ ഗഹന്ത പ്രാർത്ഥനയുടെ ഒന്നാമത്തെ, അത് രണ്ട് ഭാഗമായിട്ട്. ഈ മൂന്നാമത്തെ ഗഹന്ത പ്രാർത്ഥന പുത്രനായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയാണ്. അതായത് ദൈവത്തിനടുത്തെല്ലാം വേണ്ടെന്ന് വെച്ച് മനുഷ്യനെ അവതരിച്ച് മാതാവിൽ ജനിച്ചു, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവസാന നാളുകളിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, അതിന്റെ ഓർമ്മ ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് അവിടെയാണ്. അതായന്മാരിയുടെ അനാഫ്രിക്കകത്ത് ഒറിജിനലായിട്ട് ഇല്ലായിരുന്നു. കാരണം 2001 റോമിൽ നിന്ന് 3 കോൺഗ്രിഗേഷൻ, അതായത് വിശ്വാസത്തിന്റെ തിരുസംഘം, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ, പിന്നെ എക്യുമേനിസത്തിന്റെ കോൺഗ്രിഗേഷൻ, ഈ 3 കോൺഗ്രിഗേഷൻ ഒരുമിച്ചിരുന്ന് പഠനം നടത്തിയിട്ട് പറഞ്ഞു, ചോദ്യം ഇതായിരുന്നു: ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് അല്ലെങ്കിൽ സ്ഥാപക വചനങ്ങൾ ഇല്ലാത്ത അതായന്മാരിയുടെ അനാഫറ ചൊല്ലുന്ന അസറിയൻ സഭയിലെ കുർബാനയിൽ പങ്കെടുക്കുന്നത് അനുവദനീയമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഈ 3 കോൺഗ്രിഗേഷനും, റോമിന്റെ 3 കോൺഗ്രിഗേഷനും ഒരുമിച്ച് ചേർന്ന്, അന്ന് വിശ്വാസത്തിന്റെ സിംഗർ ആയിരുന്നു, പിന്നെ എക്യുമേനിസത്തിന്റെ കാസ്പർ ആയിരുന്നു, നമ്മുടെ കോൺഗ്രിഗേഷന്റെ ഒറിയന്റ് കോൺഗ്രിഗേഷന്റെ അന്നത്തെ സിൽവസ്ത്രീനി അംഗത്വമായിരുന്നു. അങ്ങനെ 3 പേര് 3 കോൺഗ്രിഗേഷൻസിന് ഒരുമിച്ച് ചേർന്ന അവസാനം തീരുമാനമെടുത്തത് എന്താണ്? അതിനകത്ത് പങ്കെടുക്കാം. അതായത് ആ സ്ഥാപക വചനം ഇല്ലാതെ ബലിയർപ്പിക്കുന്ന അത്തായന്മാരുടെ അനാഫറ ചൊല്ലുന്ന സിറിയൻ സഭയുടെ കുർബാനയിൽ നമുക്ക് മറ്റു കുർബാന, നമ്മുടെ സഭ കുർബാന അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്നതിന് ഒരു തടസ്സവുമില്ല, അത് അഭികാമ്യമാണ്, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ദിസ് അനാഫറ ഈസ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് അനാഫറ. സഭയിലെ ഏറ്റവും പുരാതനമായ ഒരു ഏറ്റവും കർത്താവിനോട് ഏറ്റവും അടുത്ത്, കർത്താവിന്റെ കാലഘട്ടത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു അനാഫറയാണ് ഈ അതായന്മാരുടെ അനാഫറ. 2, ഈ അനാഫറ, it is an anaphora of an apostolic church. ആ അനാഫറ ഒരു അപ്പസ്തോലിക സഭയുടെ അനാഫറ. അതുപോലെ തന്നെ ഈ അപ്പസ്തോലിക സഭയെ ഒരു അപ്പസ്തോലിക സഭയായിട്ട് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, the institution narrative is present in the anaphora, not in a coherent way but in a dispersed way. അങ്ങനെ അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഉള്ളതുപോലെ നിങ്ങൾ അപ്പം എടുത്ത് വാഴ്ത്തി വിവേചിച്ച് പറഞ്ഞിട്ട് ആ രീതിക്കല്ല. ഓൾ അതർ എലമെന്റ്സ് ആർ ദെയർ. കാരണം അപ്പം എടുത്തതും ഇതെല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇപ്പം നമ്മുടെ കുർബാനയ്ക്കകത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് ചേർത്തിരിക്കുന്നത് ആദ്യ ഭാഗം കഴിയുമ്പോഴാണ്. വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം വരുന്ന പ്രാർത്ഥനകൾ ഈ കർത്താവിന്റെ രക്ഷാകര പദ്ധതിയുടെ ഫ്രൂട്ട്സിനെ കുറിച്ചാണ്, ഫലങ്ങളെ കുറിച്ചാണ് പിന്നീട് പറയുന്ന 2ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥനകൾ വായിച്ചു നോക്കുക വീട്ടിൽ ചെല്ലുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് കാനോൻ. നേരത്തെ പറഞ്ഞതുപോലെ സ്തുതിപ്പ് അല്ലെങ്കിൽ ഡോക്സോളജി. ഈ ഡോക്സോളജിയുടെ സമയത്താണ് ആദ്യത്തെ ഈ പൗളായൻ ബ്ലെസ്സിങ്ങിന്റെ സമയത്താണ് ഈ ബലിവസ്തുക്കളുടെ മേലെ വൈദികൻ റുഷ്മ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 2ാമത്തെ കാനോന്, ഇപ്പോഴത്തെ ഈ കാനോനയുടെ സമയത്താണ്
രണ്ടാമത്തെ റുഷ്മ വൈദികൻ ഈ ദൈവിക രഹസ്യങ്ങളുടെ മേലെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേലെ റുഷ്മ ചെയ്യുന്നത് അവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡയഗ്നൽ അഡ്മോണിഷൻ ഉണ്ട്, ഡീക്കന്റെ ഉദ്ഘോഷണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നാലാമത്തെ ഗഹന്ത സൈക്കിളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വീണ്ടും പൂശാപ്പ് ഇന്റർസെഷൻ പ്രയർ ഉണ്ട്. പിന്നെ പ്രേ ബ്രദേഴ്സ് ഉണ്ട്. അവിടെ പ്രേ ബ്രദേഴ്സ് ഈ പറഞ്ഞ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗഹന്ത പ്രാർത്ഥന. നാലാമത്തെ ഗഹന്ത പ്രാർത്ഥനയില് പ്രധാനമായിട്ടുള്ള അതിന്റെ തീം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദി എക്കോണമി ഓഫ് ദ ചർച്ച് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. സഭയിലൂടെ ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ നാലാമത്തെ ഗഹന്ത പ്രാർത്ഥനയിലൂടെ നമ്മൾ സ്മരിക്കും. അതിനകത്തോടെ മാതാവിന്റെ കാര്യങ്ങൾ, സഭയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ, ഒക്കെ പറയും. സഭയിലൂടെ എങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളുടെ അനുസ്മരണമാണ് ഈ നാലാമത്തെ ഗഹന്ത പ്രാർത്ഥന. അതിന്റെ അവസാനത്തിലാണ് എപ്പിക്ലേറ്റിക് പ്രയർ, എപ്പിക്ലൈസിസ് അല്ലെങ്കിൽ പരിശുദ്ധ റുഹാഷണ പ്രാർത്ഥന. ഈ റുഹാഷണ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ റുഹാഷണ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ് ഇതിനെ പറയുക ഡബിൾ എപ്പിക്ലൈസിസ് എന്നാണ്. രണ്ട് തരത്തില്. അത് ഒന്ന് തിരുവസ്തുക്കളുടെ മേൽ അല്ലെങ്കിൽ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേൽ മാത്രമല്ല പ്ലസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാനായിട്ട് ആവശ്യപ്പെടുന്നത് ഈ വിശുദ്ധ വസ്തുക്കളുടെ മേലും ഈ ജനങ്ങളുടെ മേലും എഴുന്നള്ളി വരാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ എപ്പിക്ലൈസിസിനായിട്ട് തലകുലിച്ച് നിൽക്കുന്നത് വളരെ അഭികാമ്യമാണ്. കാരണം ഇരുവസ്തുക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രിഗേഷന്റെ മേലും അത് സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ്. അങ്ങനെയാണ് ആ പ്രാർത്ഥന. നമ്മൾ ആ പ്രാർത്ഥന പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് കഴിഞ്ഞ അവസാനം പിന്നെ കാനോന. ആ കാനോനയുടെ സമയത്ത് മൂന്നാമത്തെ റുഷ്മ മിസ്കൂസ്. അതോടുകൂടി ഈ വിശുദ്ധ വസ്തുക്കൾ അല്ലെങ്കിൽ കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ മേൽ, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേലുള്ള റുഷ്മകളെല്ലാം തീർന്നു. പിന്നെയുള്ള റുഷ്മകൾ മുഴുവൻ വ്യക്തികളുടെ മേലും അതുപോലെ തന്നെ വൈദിക കോൺഗ്രിഗേഷന്റെ മേല് അല്ലെങ്കിൽ തൻ്റെ മേൽ തന്നെ വരയ്ക്കുന്നു. ജനങ്ങളുടെ മേൽ ചെയ്യുന്നു. കുർബാന സ്വീകരിക്കാൻ വരുന്നവരും ചെയ്യുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷകളാണ്. ഇത്രയാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ പറയാവുന്ന. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ 3 തരത്തിലുള്ള 3 അനാഫ്ര നമുക്കുണ്ട്. നമുക്കറിയാമല്ലോ. പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന ടെസ്റ്റിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അനാഫ്ര പത്തായന്മാരിയുണ്ട്, അനാഫ്ര ഓഫ് തേഡോറുണ്ട്, അനാഫ്ര ഓഫ് നെസ്തോറീസ് ഉണ്ട്. അതിന് പത്തായന്മാരുടെ ഒന്നാമത്തെ അനാഫ്ര എന്നും തേഡോറിന്റെ രണ്ടാമത്തെ അനാഫ്ര എന്നും നെസ്തോറീസിന്റെ മൂന്നാമത്തെ അനാഫ്ര എന്നും പറയുക. ഒന്നാമത്തെ അനാഫ്ര നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ അനാഫ്രയാണ്. അത് മംഗളവാർത്തകാലം മുതൽ ഈസ്റ്റർ വരെ തിയഡോറിന്റെ അനാഫ്രയും, അതുപോലെ ഈസ്റ്റർ മുതൽ കാലം വരെ ദയന്മാരിയുടെ അനാഫ്രയും. ഇപ്പൊ മംഗളവാർത്തകാലം വരെ പിന്നെ മംഗളവാർത്തകാലം മുതൽ ഓശാന വരെ. ഓശാന. അതിന് ഈസ്റ്റർ മുതൽ പുതിയ. പിന്നെ ഇടയ്ക്ക് 3-5 ദിവസങ്ങളിലാണ് മറ്റ് നെസ്തോറീസിന്റെ അനാഫ്ര ചൊല്ലുന്നത്. അത് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കും. സമയം പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ.
ഈ അത് കഴിഞ്ഞിട്ട് എപ്പിക്ലൈസിസ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഉടനെ പെട്ടെന്ന് പോകുന്നത്. എപ്പിക്ലൈസിസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പ്രിപ്പറേഷൻ ഫോർ കമ്മ്യൂണിയനാണ്. ഈ പ്രിപ്പറേഷൻ ഫോർ കമ്മ്യൂണിയനകത്ത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സാക്രമെന്റൽ പ്രയർ ഫോർ പീസും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അത് എപ്പോഴും റെലവെന്റ് ആയിട്ടൊരു പ്രാർത്ഥനയാണ്, എപ്പോഴും ചെല്ലേണ്ട പ്രാർത്ഥനയാണ്. പല വൈദികർ അത് ചെല്ലാറുണ്ട്. കാരണം എന്നും അടിയും ബഹളവും യുദ്ധവും കലാപവും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ആ പ്രാർത്ഥനയ്ക്ക് എന്നും പ്രസക്തിയുണ്ട്. അത് ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തത് പെനിറ്റൻഷ്യൽ റൈറ്റ്സ് ആണ്. നമ്മുടെ കുർബാനയിൽ ഈ പെനിറ്റൻഷ്യൽ റൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓസായ സർവീസ് എന്നാണ് പറയുന്നത്. റൈറ്റ് ഓഫ് പാർഡൻ, ഓസായ സർവീസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രിഗേഷണൽ പെനിറ്റൻഷ്യൽ റൈറ്റിന്റെ എല്ലാ ഫലങ്ങളും കിട്ടുന്ന ഒരു ശുശ്രൂഷയാണ്. നല്ല രീതിയിൽ അതിനകത്ത് ഭക്തിപൂർവ്വം പങ്കെടുത്തു കഴിഞ്ഞു ചെറിയ പാപങ്ങളും ഗൗരവമല്ലാത്ത, വളരെ ഗൗരവമല്ലാത്ത പാപങ്ങൾക്കെല്ലാം അവിടെ മോചനം ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ, അതായത് ദൈവമേ എനിക്ക് അറിയണമേ എന്ന് പറയുന്ന പ്രാർത്ഥന മുതൽ ആറോസുസ തീരുന്നത് വരെയുള്ള ആ പ്രാർത്ഥനകളിൽ നമ്മൾ ഭക്തിപൂർവ്വം പങ്കെടുക്കുമ്പോൾ നമുക്ക് പാവമോചനം ലഭിക്കുന്നുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നമുക്ക് ആ തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കാം. ഇനി അതിന്റെ കൂടെ ഇൻസെൻസിങ് ഉണ്ട്. ഇൻസെൻസിങ്ങിന്റെ അത് ഒരു ഈ മിക്സിങ് ഓഫ് ദ, ഈ പണ്ട് കാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ കൈകൾ കൊണ്ടുവന്ന് ധൂപത്തുമേൽ വെച്ച് കൈ ധൂപം ധൂപിച്ചതിന് ശേഷം, ധൂപം കയ്യിൽ ആവഹിച്ചെടുത്തതിന് ശേഷമാണ് ആ കൈ കൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധ കൈക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ വി ക്രിയേറ്റ് എ ത്രോൺ ഫോർ ഗോഡ്. ആദ്യം കൈയിനെ ശുദ്ധീകരിക്കുന്നു. ആ കൈകള് ഒരു പുരുഷാകൃതിയിൽ ഇങ്ങനെ പിടിച്ച് ഒരു സിംഹാസനം പോലെ ആക്കിയിട്ട് ആ സിംഹാസനത്തിലേക്കാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അതാണ് കൈക്കൊള്ളാന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് കൈക്കൊള്ളാന്ന് പറഞ്ഞാൽ ഒരു പിടി തരുമോ, ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ കൊടിലും കൊണ്ട് വരും ചിലർ കുർബാന സ്വീകരിക്കാനാണ്. ഇങ്ങനെ കൊടിലും കൊണ്ട് അല്ലെങ്കിൽ ബീഡി തരുമെന്നുള്ള രീതിയിൽ ബീഡി വാങ്ങിക്കാൻ പറ്റുന്ന പോലെ കുർബാന സ്വീകരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ വരേണ്ടത് അതിനകത്ത് ഈ പഴംതുണിയൊന്നും കയ്യിൽ വെക്കാൻ പാടില്ല. കൈതുണി എന്ന് പറഞ്ഞാൽ ഈ കർച്ചീഫൊക്കെ, പിന്നെ കൊന്ത, കർച്ചീഫ്, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കാണും. ഈ കുർബാന സ്വീകരിക്കാൻ ഇങ്ങനെ അങ്ങനെ പിടിക്കും. ഇങ്ങനെ നിങ്ങൾ കാണാവോ? ഇങ്ങനെ ഒരു ഇതിനകത്ത് ഒരു കൈ നിറച്ച് ടവലും പിന്നെ അതിന് ഒരു കൊന്തിയും എല്ലാം പിടിച്ചു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ കർത്താവിന് ഇരിക്കാൻ സ്വല്പ സ്ഥലം. ഈ കൊന്തയും വെന്തിങ്ങയും ടവലൊക്കെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് കുർബാന സ്വീകരിക്കാൻ വരിക. അതുപോലെ തന്നെ കൈ അല്പം വൃത്തിമേനയ്ക്കായിട്ട് കുർബാന സ്വീകരിക്കാൻ വരിക എന്ന് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് സ്വീകരിക്കാൻ വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുർബാന സ്വീകരണത്തിൽ വരുമ്പോൾ ആ കാറോസൂസായുടെ ഒരു പ്രത്യേകത പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാറോസൂസായില് അതിനകത്ത് അഞ്ച് നിയോഗങ്ങളാണ്. 5 നിയോഗങ്ങൾ. ഈ 5 നിയോഗങ്ങൾക്ക് ഓരോ നിയോഗത്തിനും ഓരോ റെപ്രസെന്റേറ്റീവ് ഉണ്ട്. ഓരോ അനുദപിച്ച ഓരോ പാപിയെയുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷത്തിലെ അനുദപിച്ച ഒരു വ്യക്തിയെയാണ് ഓരോ കാറോസൂസായും പ്രതിനിധീകരിക്കുന്നത്. ഫോർ എക്സാമ്പിള് 1 സക്കേവൂസ്, 2 പബ്ലിക്കൻ തുങ്കക്കാരൻ, പിന്നെ പ്രോഡിഗൽ സൺ ധൂർത്തപുത്രൻ, സിന്നർ വുമൺ പാപിനിയായ സ്ത്രീ, ആൻഡ് പെനിറ്റന്റ് തീവ് നല്ല കള്ളൻ. ഇങ്ങനെയുള്ള 5 പേരെയാണ്, അനുദപിച്ച 5 പേരെയാണ് ഈ കാറോസൂസ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാറോസൂസ ചൊല്ലുമ്പോൾ ഈ 5 പേരെ നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് വിലയുള്ളൂ, അല്ലെങ്കിൽ
ഉപകാരമുള്ളൂ. അല്ലാതെ ആ പ്രാർത്ഥനയുടെ നേരത്ത് വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ശരിയായ മനസ്താപം ഉണ്ടാകില്ല. മനസ്താപം ഉണ്ടാകണമെങ്കിൽ അത് പ്രതിനിധാനം ചെയ്യുന്ന പാപികളായ അനുദപിച്ച പാപികളെ നമ്മൾ ഓർക്കുമ്പോഴാണ് അതിന്റെ ഫലം കിട്ടുകയുള്ളൂ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുന്നതാണ്. പിന്നെയുള്ളത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ എന്നുള്ള പാട്ടാണ്. അത് അതിന്റെ അവസാനത്തിലുള്ളതാണ്. ഈ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന പാട്ട് 3 ഭാഗമാണ്. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയുള്ളത്. അതിനകത്ത് ഇപ്പൊ പലരും പാട്ടുകൾ പാടുമ്പോൾ ഇഷ്ടമുള്ള പാട്ട് പാടുന്ന ഒരു ശൈലിയാണ്. ചിലര് അത് ആരാധനയുടെ പാട്ട് പാടും, വേറെ ചിലര് അത് ദൈവപിതാവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങും ആരാധനയുടെ പാട്ട്. വേറെ ചിലര് നമ്മുടെ ദൈവമിതാ നമ്മൾ കൂടെ ഇതാന്ന് വേറെ ഇങ്ങനെ ഓരോരുത്തരും ഇഷ്ടം പോലെ ഓരോ പാട്ട്. അതൊന്നല്ല പാട്ടിന്റെ അർത്ഥങ്ങള്. ഈ പാട്ടിന്റെ അർത്ഥം ഇതാണ്. ഒന്ന്, it reminds us the promise of Jesus. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ പറ്റിയുള്ള ആ കർത്താവിന്റെ പ്രോമിസ്, വാഗ്ദാനം, അതാണ് ഒന്നാമത്തെ ചിന്ത ഈ പാട്ടിൽ. രണ്ടാമത്തെ ചിന്ത ഭൗമിക ലിറ്റർജിയും സ്വർഗീയ ലിറ്റർജിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ്. മൂന്നാമത്തെ കാര്യം ദ പവർ ഓഫ് ദ കുർബാന ടു ഫോർഗീവ് സിൻസ്. പാപങ്ങൾ മോചിക്കാനുള്ള വിശുദ്ധ കുർബാനയുടെ ശക്തിയെ കുറിച്ചാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ആ പാട്ടിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ പാട്ടുണ്ട് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയുള്ള പാട്ട്, ഇങ്ങനെ പ്രാർത്ഥന. അവിടെ വരേണ്ട 3 പ്രധാന ചിന്തകൾ ഇതാണ്. അതിന് പകരം വേറെ പാട്ടുകൾ പാടി വേറെ ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല. അപ്പൊ അതൊന്നാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ വേറൊരു കാര്യം അവിടെ ഇത് ഫ്രാക്ഷൻ ആൻഡ് കോൺസിഗ്നേഷൻ ആൻഡ് റീജോയിൻ. അപ്പങ്ങൾ എടുത്ത് മുറിക്കുന്നു, അപ്പം ഇവിടെ വാഴ്ത്തി വിഭജിച്ചു. അത് ഇവിടെ നടക്കും. ആദ്യം വാഴ്ത്തി അപ്പം എടുത്ത് സെറ്റ് പാർട്ട് ചെയ്യുന്നു, വാഴ്ത്തി, അതാണ് കോൺസെൻട്രേഷൻ നടക്കുന്നത്. പ്രാർത്ഥന മുഴുവൻ, അനാപ്ര പ്രാർത്ഥന മുഴുവൻ വാഴ്ത്തലാണ്. മൂന്നാമത്തത് ഇതാണ് വിഭജിച്ചു. വിഭജിക്കലാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പ്രാർത്ഥന പാട്ടിന്റെ സമയത്ത് വിഭജിക്കുന്നു, പിന്നെ വീണ്ടും യോജിപ്പിക്കുന്നു. അത് ഇത് ഒന്നായിരുന്നു, അത് വീണ്ടും 2ആയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഭജിക്കപ്പെട്ടു, വീണ്ടും അതിന് വീണ്ടും ചേർക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് വൺ ഇൻ പവർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. അത് രക്തം തിരുരക്തത്തില് ശരീരം മുക്കുന്നു, പുരുഷാകൃതിയിൽ സ്പർദ്ധ ചെയ്യുന്നു, അതിനകത്ത് അടയാളപ്പെടുത്തുന്നു. നേരെ തിരിച്ച് തിരുശരീരം രക്തം എടുത്തുകൊണ്ട് ശരീരത്തില് റുഷ്മജിന്ന് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ രണ്ടും അതിന്റെ ശക്തി, ഇറ്റ് ഈസ് വൺ ഇൻ പവർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ അത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ ഒരു ഭാഗം ആസായിലേക്ക് തിരിച്ചും മറ്റേ ഭാഗം വൈദികനിലേക്ക് തിരിച്ചുമാണ് ഓസ്തി വെക്കുന്നത്. പീലാസായി അതൊന്ന് സൂചിപ്പിക്കുന്നത് ഈ തിരുശരീരത്തിനും തിരുരക്തത്തോടുള്ള ബന്ധത്തെയും തിരുശരീരത്തിനും തിരുരക്തത്തിനും വൈദികനോടുള്ള ബന്ധത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇവിടെ വെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇനി പറയാനുള്ളത്. പിന്നെ വെയിൽ മാറ്റുന്നു, അത് വെയിൽ മാറ്റി നേരെ വെക്കുമ്പോൾ അത് റെഡി ഫോർ കമ്മ്യൂണിയൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരത്തെ പിന്നെ അത് ബാക്കിയെല്ലാം പറഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതായിരിക്കും അത്യാവശ്യ കാര്യങ്ങൾ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഞാൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാനുള്ള സമയമാണ്. ചോദിച്ചോട്ടെ. ഈ റിസറക്റ്റഡ് ബോഡി ആയിട്ട് ഇത് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? റിസറക്റ്റഡ് ബോഡി പ്രഖ്യാപിക്കപ്പെടുന്ന എപ്പിക്ലൈസിസിന് ശേഷം.
താങ്ക് യു. അതായത് ഇറ്റ് ഈസ് നോട്ട് വൺ മോമെന്റ്. അതായത് ഈ പണ്ട് സ്കോളാസ്റ്റിക് തിയോളജി അനുസരിച്ച് ഒരു മാജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആയിരുന്നു. മാജിക്, അതായത് ഇതെന്റെ ശരീരമാവുന്നു നിങ്ങൾ ഇതെന്റെ ശരീരമാവുന്നു നിങ്ങൾ വാങ്ങി വെച്ചു, ഇതെന്റെ രക്തമാവുന്നു വാങ്ങി എന്ന് പറയുമ്പോൾ അത് കർത്താവിന്റെ ശരീരത്തിലുള്ള അങ്ങനെയല്ല. ഇന്ന് ഓരോ സെൻസിബിൾ തിയോളജിയനും ലിറ്റർജിക്കാരനും ലത്തീൻ സഭയിലാണെങ്കിലും ഒരു സഭയിലുള്ളവരും അങ്ങനെ പറയുകയല്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് വൺ മൊമെന്ററി ആക്ഷൻ കൊണ്ടല്ല ഇത് നടക്കുന്നത്. ഇറ്റ് ഈസ് ദ എൻറ്റയർ ലിറ്റർജിയാണ്. ദ സെലിബ്രേറ്റീവ് ഡയമെൻഷന് അല്ലെങ്കിൽ ആഘോഷത്തെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിന് മുൻതൂക്കം കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു തിയോളജിയാണ്. ഇന്ന് ഇപ്പം ലിറ്റർജി എന്ന് പറയുന്നത് ഇപ്പൊ ചിലർ പറയാറുണ്ട് കുർബാനയുടെ ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിറയുന്ന സമയം ആകുമ്പോഴേക്കും എന്നാൽ മതി, ആ വെട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് പോരും കഴിയും. അതൊന്നല്ല. കുർബാനയുടെ ആദ്യം മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ദി എൻറ്റയർ എക്കോണമി ഓഫ് ക്രൈസ്റ്റ് ഫ്രം ദ ബിഗിനിങ് ടിൽ ഫസ്റ്റ്. ബേമയിലാണെങ്കിൽ ഫ്രം ബിഗിനിങ് ഫ്രം ഇൻകാർണേഷൻ ടു ബറിയൽ. അനാഫ്രയിലാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ടിൽ കൺസ്യൂമേഷൻ. അപ്പൊ അതുകൊണ്ട് ലിറ്റർജിയിൽ കംപ്ലീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ കുർബാനയിൽ പങ്കെടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. സോ ദ ഹോൾ സെലിബ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് പ്രത്യേക നിയമങ്ങളില്ല. എന്നിരുന്നാലും നമുക്ക് പറയാം ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട പറയും. കാരണം എപ്പിക്ലേസിസ് ഇമ്പോർട്ടൻറ്റ്, കുർഷ്മാകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമുക്ക് പറയാവുന്ന ചില ഹൈലൈറ്റ്സ് ആണ് നമുക്ക് പറയാം. പക്ഷെ ഇറ്റ് ഈസ് ദ ഹോൾ ലിറ്റർജി. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ വീണ്ടും അനാഫ്ര ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അതർ പാർട്സ് ഓഫ് ലിറ്റർജി എന്നൊക്കെ പറയാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് 1 സെക്കൻഡ്, ഒരു സെക്കൻഡ് കൊണ്ട് ഒരൊറ്റ വെട്ടുമ്പോഴേക്കും എല്ലാം ശരിയായെന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഒരു ദൈവശാസ്ത്രത്തിനും ഒരു പണ്ഡിതനും അറിയില്ല എന്ന്. വേറെ ചോദ്യങ്ങള്? അച്ഛൻ പറഞ്ഞല്ലോ ഈ വിശുദ്ധ കുർബാന ആരാധനയ്ക്കായിട്ട് ഉയർത്തുന്ന സമയത്തുള്ള ഒരു ഗാനമില്ലേ, രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ചെന്നുള്ള ആ ഗാനം ത്തിന്റെ അർത്ഥങ്ങള്. ആ ഗാനം അച്ഛ ഒരു കുർബാനയിൽ ആരും അതിന്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും പാടുന്നില്ല. അതായത് വിശുദ്ധ കുർബാന സ്വർഗീയ ഗണങ്ങളോട് ഒന്ന് ചേർന്നുള്ള ആരാധനയാണെന്ന് ശരിക്കും പറഞ്ഞാൽ വൈദികർ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു. അത് ആ ഒരു യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഭാഗമാണ് സെക്കൻഡ് പാർട്ട്, ക്രോവേസാപ്രന്മാർ ഭാഗം. അത് ഒരു പള്ളിയിലും പാടുന്നില്ല. അസമയം അതിന് പകരം ആ പ്രാർത്ഥന ചെല്ലുവാണെങ്കിൽ പിന്നെയും അത് മുഴുവൻ ചെല്ലും. അത് സാധാരണ പാട്ടാ പാടുന്നത്. ഞാനും അങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പാട്ട് പാടുമ്പോൾ പലതും ചെല്ലാറില്ല. ഒരു സ്റ്റാൻസ് ചെല്ലുമ്പോഴേക്കും ആ ഒരു സ്റ്റാൻസ് തീരുന്നതിന് മുമ്പേ ഇത് അടുത്ത് തുടങ്ങാനായിട്ട് വൈദികനാണെങ്കിൽ അവിടെ തന്നെ മുട്ടി നിൽക്കുന്ന പോലെ. അതെ, അതുകൊണ്ട് ഇപ്പൊ ഒരിക്കലും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചു, അതായത് ജോൺ ക്രിസോസ്റ്റം പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് കോബ്രേ സാപ്രെ മാലാഖമാര് സ്വർഗീയ വൃന്ദങ്ങള് വിശുദ്ധ കുർബാനയിൽ സന്നിഹിതരാകുന്നു എന്നുള്ള ഒരു സൂക്തം പറഞ്ഞത് കുട്ടികളോട് കുട്ടികൾ ഇങ്ങനെ പറയാൻ എഴുതി കൊടുത്ത് അവർ പഠിച്ച് പറഞ്ഞു. അപ്പൊ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഇത് വിശുദ്ധ കുർബാനയിൽ ഇത് പറയുന്നുണ്ട്, ആ ഭാഗം നിങ്ങൾക്കൊന്നും ഒരു പാട്ടുണ്ട് അത് പറയാവോ എന്ന് ചോദിച്ചിട്ട് ഒറ്റ കുട്ടികൾക്കും അറിയത്തില്ല. കാരണം അവരൊരിക്കലും ആ പാട്ട് പാടി കേട്ടിട്ടില്ല. അതായത് ആ യാഥാർത്ഥ്യത്തെ വൈദികരും അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോ. ആ സ്വർഗീയ ഗണങ്ങൾ അവിടെ സന്നിഹിതമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിക്കും. ഇതിന്റെ പ്രശ്നം എന്നാ അറിയോ? നമുക്ക് ആർക്കും, പ്രത്യേകിച്ച് നമുക്ക് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും തീരെ സമയമില്ല. അൽമാർക്ക് സമയമുണ്ട് ഇഷ്ടംപോലെ, അച്ഛന്മാർക്ക് തീരെ സമയമില്ല. അതിന്റെ ഒപ്പം തന്നെ സിസ്റ്റേഴ്സിന് സമയമില്ല. എങ്ങനെയെങ്കിലും അത് കടത്ത് കഴിച്ച് തീർത്ത് ഉടനെ ആ പള്ളിയിൽ പാമ്പ് കയറി അല്ലെങ്കിൽ പള്ളിക്കകത്ത് തീ കയറി എന്ന് പറഞ്ഞ പോലെ ഓടി രക്ഷപ്പെടാനുള്ള വ്യഗ്രതയാണ്. ഇറ്റ് ഹാസ് ടു ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. ഇത് ഈസ്റ്റേൺ മെന്റാലിറ്റി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് സമയമുണ്ടോ? നിനക്ക് അരമണിക്കൂറേ സമയമുള്ളൂ. ദ ചർച്ച് ഈസ് സെലിബ്രേറ്റ്. സഭ ഇവിടെ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. നിനക്ക് അരമണിക്കൂറേ ഉള്ളെങ്കിൽ അരമണിക്കൂർ നീ പോയി പങ്കെടുക്കുക, നീ പൊക്കോ. അതിന് വേണ്ടിയിട്ട്
ഈ തിരുക്കർമ്മം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് മിനിമം 45 മിനിറ്റ് എങ്കിലും വേണം നമ്മുടെ കുർബാനയിൽ. ഒരുവിധം മാന്യമായിട്ട് ചെല്ലണമെങ്കിൽ 45 മിനിറ്റ്, അല്ലെങ്കിൽ അത്ര സ്പീഡിലും ചെല്ലണം. അപ്പൊ ഈ 45 മിനിറ്റ് നിനക്ക് ഇല്ലെങ്കിൽ അരമണിക്കൂറോട് കുർബാന തീരണമെന്ന് പറഞ്ഞ് ബലം പ്രയോഗിക്കണമെങ്കിൽ അങ്ങനെ അവിടെ വരണ്ട. ഇനി അഥവാ വേണ്ടെന്നുള്ളത് അരമണിക്കൂർ കഴിയുമ്പോൾ അവർ പൊക്കോട്ടെ. പക്ഷെ ഇതിന്റെ പ്രശ്നക്കാര് അവര് അല്ല, ആളുകൾക്കൊന്നും നല്ല പ്രശ്നം. ഞാൻ ഇപ്പം ബോംബെയിലും പൂനെയിലും UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പോകാൻ ചെയ്യും. ഇപ്പൊ ഒന്നും ആളുകൾക്കൊന്നും അതൊരു വലിയ പ്രശ്നമായിട്ട് അവരോട് സൂചിപ്പിച്ചില്ല. പക്ഷെ പ്രശ്നം മുഴുവൻ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ചെല്ലുന്ന, പ്രത്യേകിച്ച് അച്ഛന്മാർക്ക്. കാരണം അവര് നോക്കിയിരിക്കുക. ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞ ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് തീരുമാനത്തിന് മുമ്പ് അടുത്ത പ്രാർത്ഥന ചൊല്ലിക്കും തുടങ്ങി. ഞാൻ സ്വർഗത്തിൽ അർത്ഥമാകുന്നു. മര്യാദക്കാണെങ്കിൽ 2 സ്റ്റാൻസ് പാടാനുള്ള സമയമെങ്കിലും എടുക്കും. ആ തിരുക്കർമ്മങ്ങള് മര്യാദക്ക് ചെയ്യും. ഈ സ്വർഗത്തിനറിയാത്ത ഈ മുറിക്കലും വിഭജിക്കലും പിന്നെ വീണ്ടും ജോയിപ്പിക്കലും ഒക്കെ അറ്റ്ലീസ്റ്റ് 2 സ്റ്റാൻസ് പാടാൻ സമയം എടുക്കും. ഇത് ഒരു സ്റ്റാൻസ് തീരുമ്പോഴേക്കും ആള് റെഡിയാ, അച്ഛന്മാർ റെഡിയാണ്, അടുത്ത പ്രാർത്ഥനയെല്ലാം. ഇപ്പം റെഡിയായി നിൽക്കുന്ന കാരണം പാട്ടുകാരാണെങ്കിൽ അവർ നോക്കിയിരിക്കുകയാണ് ഇപ്പൊ നിർത്തണം. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ മെന്റാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഈസ്റ്റേൺ മെന്റാലിറ്റി ഈസ് ഡിഫറെന്റ്. ആ മെന്റാലിറ്റിയിലേക്ക് നമ്മൾ ഇപ്പോഴും വന്നിട്ടൊന്നുമില്ല. അത് ഇപ്പൊ യാക്കോബായക്കാർക്കോ മലങ്കരക്കാർക്കോ ഒന്നും ഇഷ്യൂ ഇല്ല. അവർ നോട്ട് വറീഡ് അബൌട്ട് ദ ടൈം. ഒരു രാവിലെ വന്ന് ചിലപ്പോൾ വൈകുന്നേരം വരെ. ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അങ്ങനെ തുടങ്ങി. ആളുകൾ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആഘോഷങ്ങളും പരിപാടികളും അവരുടെ ആക്ടിവിറ്റീസും അവിടുത്തെ ഉച്ചയ്ക്ക് ഭക്ഷണവും അവർ തന്നെ ഉണ്ടാക്കിയും കഴിയുന്ന ഒരു രീതിയാണ് ഇപ്പൊ അമേരിക്കയിലൊക്കെ. ആൻഡ് ആർ സോഷ്യൽ നീഡ്സ് ആർ ഓൾസോ മെറ്റ് ഡ്യൂറിങ് ദ ലിറ്ററേച്ചർ. അതുകൊണ്ട് ഈ കറമ്പന്റെ കൂടെ പോക്ക് അധികം ഇല്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്കിപ്പോ ഇവിടെ സോഷ്യൽ നീഡ് നമുക്ക് വേറെ ഉള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിട്ടിട്ട് ഇറച്ചി മാറ്റിയിട്ട് ഉടനെ സ്ഥലം വിട്ടുന്ന പരിപാടിയാണ്. പക്ഷെ ഇത് വേണ്ട രീതിയിൽ ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുകയല്ലേ നല്ലത്. ചെയ്യേണ്ട രീതിയിൽ ചെയ്താലല്ലേ അത് ഉദാശയാവുന്നത്. അതാണ് അതൊക്കെ നിങ്ങളാണ് അച്ഛന്മാരോട് പറയേണ്ടത്. ഞങ്ങൾക്ക് കുർബാന ഞങ്ങൾക്ക് വലിയ ധൃതിയൊന്നും ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അച്ഛൻ പുസ്തകത്തിനകത്തുള്ളത് പോലെ സമയം എടുത്ത് ഒന്ന് ചെയ്യാൻ മതി എന്നൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പലരും പല പ്രാവശ്യം പറയുമ്പം അതൊക്കെ ബോധോദയം ഉണ്ടാകും അച്ഛന്മാർ. അല്ല, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അച്ഛാ. ഞങ്ങള് പറയാ, ആത്മാര് കയറി അത് പറയാന്നുള്ളത്. പക്ഷെ വേറെ അതിനുള്ള അതിൻ്റെതായ തലങ്ങളിൽ നിന്ന് വേണ്ടേ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. അത് കൊടുക്കാത്തത് കൊണ്ടല്ലേ പലരും പലതരത്തിലും ചെയ്യുന്നത്. പലതരത്തിലും ചെയ്താലും പരിശുദ്ധ കുർബാന ആവില്ലല്ലോ. മെത്രാന്മാര് പറയണം. അതെ, മെത്രാന്മാര് പറയണത്. പക്ഷെ പറയുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യും. ഇപ്പൊ അതുകൊണ്ട് പറയാൻ തുടങ്ങിയില്ലേ മെത്രാന്മാര് പറയുന്നത്. മെത്രാന്മാര് പറയുന്നുണ്ട്, അനുഷ്ഠിക്കുന്ന വൈദികരുണ്ട്. പറയുന്നില്ല. മെത്രാന്മാരുടെ ചില കുർബാനയിൽ 2 പാട്ട് പാടാറില്ല, 2 സ്റ്റാൻസ് പാടാറില്ല. 1 സ്റ്റാൻസേ ഉള്ളൂ മെത്രാന്മാരുടെ കുർബാന. എങ്ങനെ കേൾക്കുന്നില്ല? മെത്രാന്മാര് ചിലപ്പോ കുർബാന ചെല്ലുമ്പോൾ 1 സ്റ്റാൻസ് ചിലതിൽ ചെല്ലാറുള്ളൂ. തിരിയുന്നില്ല. 2ാമത്തെ സ്റ്റാൻസ് വളരെ പ്രധാനപ്പെട്ട. രണ്ടാമത്തെ അതിൽ എന്താണ് എന്ന് അറിഞ്ഞു ചൊല്ലുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യം മാത്രമാണ്. പള്ളിയിൽ വരുന്ന ആളുകളെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആളുകൾക്ക് അത് പകർന്നു കൊടുക്കപ്പെടുന്നില്ല. എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്യുന്നുമില്ല. ആളുകളുടെ കുഴപ്പമല്ല ഇത്. കുഴപ്പം കൂടുതലും എന്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ കുഴപ്പം മുഴുവൻ അച്ഛന്മാരുടെയാണ്. യാതൊരു സംശയവും. അവര് കുറെ കൂടി അതാണ് ഇത് റൈറ്റ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. വിശ്വാസികളുടെ അവകാശം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് ഈ കാനൻ ലോയിലുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. ദൈവജനത്തിന്റെ അവകാശം എന്ന് പറഞ്ഞിട്ട് കാനനിലോ 17. അത് സഭ പറയുന്നത് പോലെ ബലിയർപ്പിച്ച് കാണാനുള്ള അവകാശം ദൈവജനത്തിനുണ്ട്. പക്ഷെ അത്
അത് മനസ്സിലാക്കിയിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് വൈദികന്റെ ഉത്തരവാദിത്വമാണ്. വേറെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വേറെ സംശയങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു. യാചനാ പ്രാർത്ഥനകളുടെ ഭാവം അച്ഛൻ പറഞ്ഞില്ല. യാചനാ പ്രാർത്ഥന ഭാവം അച്ഛൻ പറഞ്ഞില്ല. ഏതാ? ഈ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് കർത്താവേ ശക്തനായ ദൈവമേ എന്നുള്ള ആ ഭാവത്ത് വരുന്ന യാചനാ പ്രാർത്ഥനയുടെ ഭാവം അച്ഛനത് പറഞ്ഞില്ല. ഒന്നുകൂടെ മൈക്കിനോട് ചേർന്ന് ചോദിക്കാവോ? ക്ലിയർ അല്ല പറയുന്നത്. അതായത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കഴിഞ്ഞ ശേഷം പുരോഹിതൻ യാചനാ പ്രാർത്ഥന ചെയ്യില്ല, കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യൻ എന്നുള്ള ഭാഗത്തിന്റെ ഭാവം അച്ഛൻ പറഞ്ഞില്ലെന്നാ. അത് യാചന, ഇത് ഇന്റർസെസറി പ്രയർ അല്ലേ? അതെ 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 അതെ. ആ, ഇന്റർസെസറി പ്രയർ അത് ആക്ച്വലി അത് കൂശാപ പ്രാർത്ഥനയാണ്. വൈദികന്റെ രഹസ്യ പ്രാർത്ഥനയാണ്. പക്ഷെ അത് പൊതുവായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് അതിനെ ഒരു ഇന്റർസെസറി പ്രയർ ആയിട്ട് അതിനെ കാണുന്നതുകൊണ്ടാണ് ഇപ്പൊ അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ഡിവൈഡ് ചെയ്ത് കൊടുത്താലും ഡിവൈഡ് ചെയ്ത് കൊടുത്തില്ലേലും അത് ഇന്റർസെസറി, അത് നിയോഗങ്ങളാണ് പ്രത്യേക ഓരോ. പക്ഷെ ആ നിയോഗങ്ങള് അത് ഓരോരുത്തർ വായിക്ക് തോന്നുന്നത് ബോധയ്ക്ക് പാടുന്നവരെ എല്ലാവരെയും പെടുത്താനല്ല. അതിനൊരു ഓർഡർ ഉണ്ട്. മെത്രാന്മാര്, മെത്രാപൊലീത്തമാര്, അത് റെയിനിങ് ബിഷപ്സ് ആണ്. റെയിനിങ് ബിഷപ്സ്, പ്രീസ്റ്റ്, ഡീക്കൻസ്, അങ്ങനെ പോവാണ് അതിന്റെ ഓർഡർ. അല്ലാതെ പിന്നെ ഇതെന്താ പറയാ, കുറെ അതിനകത്തൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ആർഎസ്എസ് മറ്റു നിയോഗത്തിലോ ചേർക്കുക എന്നുള്ളത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സഭയുടെ സംവിധാനത്തില് വരുന്ന ആളുകളെയാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ആർക്കും ചോദിക്കാനെന്ന് കരുതുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ സമയമായിരിക്കുന്നു. താമരശ്ശേരി രൂപത ലിറ്റർജി കമ്മീഷൻ അംഗമായിട്ടുള്ളതും ഉള്ള വ്യക്തി അവസാനത്തെ ഈ സ്വർഗസ്നായ പിതാവേ കുർബാന കഴിഞ്ഞുള്ള തീർമ്പോൾ അവസാനത്തെ സ്വർഗസ്നായ പിതാവേ പലയിടത്തും ചെല്ലുന്നില്ല. അത് അതെ, അതിന്റെ മൈക്കിന്റെ അവിടെ നിന്ന് പറ. അവസാനത്തെ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന, അവസാനത്തെ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന സാധാരണ ചെല്ലി കാണുന്നില്ല, പ്രത്യേകിച്ച് എറണാകുളത്തില്ല, കാണുന്നില്ല. ഓക്കെ, അതിപ്പോ ഓപ്ഷൻ ആയതുകൊണ്ട് അത് ചെല്ലുന്നില്ലെന്നേ ഉള്ളൂ. സഹോദാക്കന്മാര് പറയുന്നത് എന്നറിയോ? നോ prayers are begun without the Lord's prayer and ended with the Lord's prayer. Now no prayers in the church are begun without the Lord's prayer and no prayers are ended without the Lord's prayer. എന്ന് പറഞ്ഞാല് ഓരോ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുമ്പോഴും സ്വർഗസ്ഥനായ പിതാവ് വേണം, അവസാനിപ്പിക്കുമ്പോഴും സ്വർഗസ്ഥനായ പിതാവ് വേണം എന്നാണ് പിതാക്കന്മാര് പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ അത് രണ്ടാമത്തേത് ഒരു ഓപ്ഷനായിട്ട് കിട്ടിയിരിക്കുന്നതുകൊണ്ട് ആരും അത് ചെല്ലുന്നില്ല എന്ന് മാത്രം. ഓക്കെ, നമ്മുടെ സമയം എല്ലാം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛന് നന്ദി പറയാൻ വേണ്ടിയിട്ട് താമരശ്ശേരി രൂപത ലിറ്റർജി കമ്മീഷൻ അംഗവും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന, വിവിധ വിഷയങ്ങളോട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ പോത്തിങ്കൽ സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ലോനപ്പൻ ഇറങ്ങാശ്ശേരി അച്ഛ, പ്രിയപ്പെട്ട കളത്തിലച്ച, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ 4 ക്ലാസ് കൊണ്ട് നമ്മുടെ സഭയുടെ സമ്പന്നത എന്താണ് എന്നത് ഒരു ചെറിയ വീക്ഷണം, ഒരു ചെറിയ മനസ്സിലാക്കലെങ്കിലും നമുക്ക് നടത്തി. ഇങ്ങനെയെങ്കിൽ ആഴത്തിൽ പഠിച്ചാൽ എത്രമാത്രം
നമ്മൾ നമ്മുടെ സഭയെ സ്നേഹിക്കും എന്നത് നിസ്തർക്കമായ ഒരു സംഗതിയാണ്. കാർഡിനൽ യൂഷറാങ്ക് ഒരിക്കൽ പറയുണ്ടായില്ലേ, ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം നിങ്ങളുടെ സഭ എന്താണ് എന്ന് എനിക്കറിയാം. ഇത് എല്ലാ കാലത്തും സാർത്ഥകമായ ഒരു സംഗതിയാണ്. നാം അർപ്പിക്കുന്ന ബലി എത്രമാത്രം വിശിഷ്ടമാണ് എന്നും എത്രമാത്രം അർത്ഥപൂർണമാണ് എന്നും നമ്മോട് സംസാരിക്കാനായി ദൈവം തന്റെ ദാസനെ അയച്ചതായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇത് ദൈവത്തിന്റെ ഇടപെടലല്ലാതെ മറ്റൊന്നുമില്ല. മർഗാനീസാക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമൂഹത്തിന് കുർബാനയെ സംബന്ധിക്കുന്ന പഠനം അന്യമല്ല. പക്ഷേ ബഹുമാനപ്പെട്ട ലോനപ്പനച്ചന്റെ ചില വളരെ എടുത്തു പറയേണ്ടുന്ന പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്നാമത്തേത് അത് ഇന്റർ റൈറ്റ് കമ്പാരിസൺ ആണ്. വളരെ മനോഹരമായിട്ട് തന്നെ അച്ഛൻ ഇന്നതിലതുണ്ട്, ഇന്നതിൽ ഇത് ഒരേ സമയം സഭയിലെ വ്യക്തിസഭകളുടെ ഐക്യവും അതേസമയം അവ തമ്മിലുള്ള മനോഹരമായ വ്യത്യാസവും സൂചിപ്പിക്കുന്നു. അത് ഇന്നാണെങ്കിലും അച്ഛൻ ഒന്നിലധികം ഒരുപാട് തവണ തന്നെ പറഞ്ഞു, ലത്തീൻ സഭയിൽ ഇങ്ങനെയാണ്, നമ്മളുടേത് ഇങ്ങനെയാണ്. കുറ്റപ്പെടുത്താനല്ല, ആ സമ്പന്നത മനസ്സിലാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അച്ഛൻ ഇതിങ്ങനെ പറയുന്നത്. അതാണ് ഏറ്റവും മനോഹരമായിരിക്കുന്നത്. രണ്ടാമത്തേത്, അതേസമയം തന്നെ നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കുന്ന ഈ ആരാധനാക്രമത്തിലെ ചില പ്രത്യേക സംഗതികളുടെ വൈശിഷ്ട്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭയുടെ സിറോ മലബാർ സഭയുടെ സമ്പന്നതയാണ് അച്ഛൻ വെളിവാക്കിയത്. യഥാർത്ഥത്തിൽ ഈ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന അനുഭവം കുർബാന എന്ന സാഗരത്തിനകത്തേക്ക് അച്ഛൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ആഴത്തിലേക്ക് വലയിറക്കി അതിനകത്തുള്ള വലിയൊരു അതിനോട് വിലപിടിപ്പുള്ള സകലതും നമുക്ക് കാണിച്ചു തന്നു. അതേസമയം അഭിമാനപൂർവ്വം പറയട്ടെ, നിശിതമായി ഇന്നത്തെ പ്രവണതകളെ അച്ഛൻ വിമർശിക്കുകയും ചെയ്തു. ഒരു ദയം കാണിച്ചില്ല. എത്രമാത്രം അഭിമാനമുണ്ടോ അത്രമാത്രം കരുതലോട് കൂടിയാണ് അച്ഛൻ സംസാരിച്ചത്. ആ അപജയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ വേദനയല്ലാതെ മറ്റൊന്നും അച്ഛന്റെ വാക്കുകളിൽ നിഴലിച്ചു കൊണ്ടില്ല. ഇത്രയേറെ സമ്പന്നമായ ഒന്ന് ഇങ്ങനെ നമ്മൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നല്ലോ എന്ന ഒരു സഭാപുത്രന്റെ വേദനയാണ് നമ്മൾ അവിടെ കണ്ടത്. വളരെ നന്ദി അച്ഛ. ഈ വേദന ഞങ്ങളിലേക്കും അച്ഛൻ പകർന്നു എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അച്ഛൻ ഞങ്ങൾക്ക് ഇതിന്റെ സമ്പന്നതയെക്കുറിച്ച് അഭിമാനം തന്നു, ഇതിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ഒരു പ്രാഥമികമായ ബോധ്യമെങ്കിലും തന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇനിയും നന്നാകേണ്ടുന്ന, ഇനിയും വളരെ ദൂരം നടക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങള് ദൈവത്തിന്റെ ശബ്ദം അച്ഛന്റെ കണ്ഠത്തിലൂടെ വന്നതായിട്ട് മാത്രം കണക്കാക്കുകയാണ്. വീണ്ടും ഓരോ കാര്യത്തിലുമുള്ള നമ്മുടെ സമ്പന്നത പറഞ്ഞപ്പോഴൊക്കെ അച്ഛനെ ഞങ്ങൾ എത്രമാത്രം അഭിമാനിച്ചു എന്നുള്ളത് ഒരു സഭയുടെ മക്കള്, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ മക്കളായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾ എത്ര അഭിമാനിച്ചോ അത്രയേറെ നന്ദി ഞങ്ങൾ അച്ഛന് സമർപ്പിക്കും. അത് അച്ഛൻ മുഖാന്തരമാണ് ഇപ്പോൾ ഞങ്ങളുടെ ആരാധനാക്രമത്തിന്റെ സമ്പന്നത ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അച്ഛനെ ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ ഗുരുവായി, ഞങ്ങളുടെ സഹോദരനായി ഞങ്ങൾക്ക് മുമ്പേ നടന്നുകൊണ്ട് ഇതിന്റെ സമ്പന്നത മുഴുവൻ ഈ ടൂറിസത്തിന് പോകുമ്പോൾ, ടൂറിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒരു ഗൈഡ് ഉണ്ട്, വാചാലമായി സംസാരിച്ച് ആ കാണുന്നത് മുഴുവൻ എന്താണെന്ന് നമ്മെ മനസ്സിലാക്കി അർപ്പണ ബുദ്ധിയോടുകൂടി നമ്മളെ മനസ്സിലാക്കിക്കുന്ന ഗൈഡുകൾ. അതുപോലെ ദൈവഭവനത്തിലെ ഞങ്ങൾ സന്ദർശകരുടെ ഗൈഡായിട്ട് അച്ഛൻ വർക്ക് ചെയ്തു. ഏറെ അഭിമാനത്തോടു കൂടി അച്ഛന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള ഏറെ അഭിമാനത്തോടു കൂടി അച്ഛന് ദൈവനാമത്തിൽ ഈ മർഗാനീസായിൽ ഇതിന് സംബന്ധിച്ച ഓരോരുത്തരുടെ നാമത്തിൽ നന്ദി പറയുന്നു. അച്ഛൻ ദീർഘകാലം ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവമക്കളെ അനുഗ്രഹിക്കാൻ ദൈവം അനുവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന് നന്ദി. താങ്ക് യു. താങ്ക് യു. ബഹുമാനപ്പെട്ട ജോൺസൺ സാറിന് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി. സമ്പൂർണ്ണമായ നിങ്ങളുടെ 4 സെഷന് നമ്മളെല്ലാവരും കേട്ടതിന് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ കളത്തിലച്ഛനെ അങ്ങനെ ഒരു അവസരം തന്നതിന് കളത്തിലച്ഛന് പ്രത്യേകിച്ചുമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അച്ഛനും പ്രത്യേകം നന്ദി, 1000 നന്ദി. ഇനി അച്ഛന് ധാരാളം വേദികൾ ഇങ്ങനെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നിർത്താം. പരിശുദ്ധ നമ്മുടെ